പ്രിയ സഹോദരരെ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരവെന്ന ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം പറയുകയാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം ഏതാണ് ശരി എന്ന് പറഞ്ഞുകൊണ്ടൊരു ക്ലാസ് കേട്ടു. അതിനകത്ത് കുറേ ആളുകളെ കാണാൻ സാധിച്ചു, കുറേ ആൾക്കാർ കണ്ടു, അഭിപ്രായങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, അതിനിടയിലാണ് ഇത് അടുത്ത ക്ലാസ് ഞാൻ എടുത്തതിന് മുമ്പാണ് ചെമ്പന്തൊട്ടി, കണ്ണൂർ ജില്ലയിലെ ചെമ്പന്തൊട്ടി എന്ന ഫൊറോന പള്ളിയിൽ നടന്ന സംഭവം ഇന്ന് ലോകം മുഴുവൻ അറിയാനിടയായി. അത് എന്താണ് അവിടെ സംഭവിച്ചെന്നാൽ വാർത്തയിൽ കൂടെയൊക്കെ നിങ്ങൾ കേൾക്കാൻ സാധിച്ചു. അതിൻ്റെ വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പ്രിയപ്പെട്ടവരെ, ഇത് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഇത് ഒരു ചെറിയ സൂചന മാത്രമാണ്, ഇതൊരു ചെറിയ തുടക്കം മാത്രമാണ്. അവരൊന്ന് തൊട്ട് നോക്കിയതാണ്, സഭയെ ഒന്ന് തൊട്ട് നോക്കിയതാണ്. എന്താണ് ഇവർ പ്രതികരണ നടപടികൾ എന്തായിരിക്കും, ഏത് രീതിയിൽ സഭ പ്രതികരിക്കും, ജനം എങ്ങനെ ഇതിനെ നോക്കിക്കാണും എന്നൊക്കെ നോക്കി കണ്ട് മനസ്സിലാക്കാൻ വേണ്ടി അവർ ചെറിയൊരു തുടക്കം ഇട്ടത് മാത്രമേ ആയിട്ടുള്ളത്. എന്നാൽ വരും കാലങ്ങളിൽ ഇത് അതിൻ്റെ മറ്റൊരു തലത്തിലേക്ക് പ്രവേശിക്കുമെന്ന് നമുക്കൊക്കെ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. കാരണം അത് മണിപ്പൂരിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നമ്മളത് കാണുന്നു. സഭയിലുണ്ടാകുന്ന മൂല്യച്യുതിയോ വിശ്വാസക്കുറവോ അതവിടെ നിൽക്കട്ടെ, അത് ചില വ്യക്തികളിലോ ചില വൈദികരിലോ മാത്രമേ ഉള്ളൂ. എന്നാൽ സഭ എന്ന് പറയുന്നത് ഒരു വലിയ പർവ്വതമാണ്. അത് ഹിമാലയ പർവ്വതത്തെക്കാൾ, ആൽപ്സ് പർവ്വതത്തെക്കാൾ അതിശക്തമാണ് കത്തോലിക്ക സഭ എന്ന് പറയുന്നത്. സഭയുടെ കൗദാശിക തലങ്ങൾ, കൗദാശിക ശക്തികൾ, തിരുവചനം, ആരാധന, വിശുദ്ധ ബലി എന്നൊക്കെ പറയുന്നത് അതിന് ഒരു അണുബോംബിനേക്കാൾ ശക്തിയുണ്ട്, ഒരു ആറ്റം ബോംബിനേക്കാൾ പ്രകാശമുണ്ട്, ഹിമാലയ പർവ്വതത്തെക്കാൾ അതിന് ഗാംഭീര്യമുണ്ട്. സഭയുടെ ഏറ്റവും സ്രോതസ്സാണ് കൗദാശികത അഥവാ കൂദാശികൾ എന്ന് പറയുന്നത്. നമുക്കറിയാം, പരിശുദ്ധ കത്തോലിക്ക സഭയിൽ ഒന്നോ രണ്ടോ അച്ഛന്മാരോ അല്ലെ കുറച്ച് ജനങ്ങളോ വിശ്വാസം ഉപേക്ഷിക്കുകയോ വിശ്വാസത്യാഗം നടത്തിക്കൊണ്ട് സഭയെ കുറ്റം പറയുകയോ അല്ലെ കുറച്ച് 2-3 അച്ഛന്മാർ ഇട്ടേച്ചു പോവുകയോ ഒക്കെ ചെയ്തു വിചാരിച്ച് സഭയ്ക്ക് ഒരു ചുക്കും സംഭവിക്കില്ല. സഭ എന്ന് പറയുന്നത് 2-3 അച്ഛന്മാരുടേതോ 1-2 മെത്രന്മാരുടെ സംഭവമല്ല. സഭ എന്നത്, ആഗോള സഭ എന്നത് ഒരു പർവ്വതമാണ്. അത് സൂര്യനേക്കാൾ തേജസ്സുള്ളതാണ്, അത് കൊടുങ്കാറ്റിനേക്കാൾ ശക്തമാണ്, അത് ഇടിമിന്നേക്കാൾ പ്രകാശമുള്ളതാണ്. സഭയുടെ ശക്തിയെ ജനം തിരിച്ചറിയാത്തതുകൊണ്ടാണ്, അല്ലെ ചില വ്യക്തികൾ, ചില മതങ്ങൾ, ചില ഗ്രൂപ്പുകൾ തിരിച്ചറിയാത്തതുകൊണ്ടാണ്. പ്രിയപ്പെട്ടവരെ, ആദിമ കത്തോലിക്ക സഭയിൽ വിശുദ്ധ പൗലോസും പത്രോസും ഒക്കെ യാത്ര ചെയ്ത് ജനങ്ങളുടെ സുവിശേഷമൊക്കെ പറഞ്ഞു കഴിഞ്ഞ് വന്ന് ജനങ്ങൾ ഒറ്റ പ്രസംഗത്തിൽ തന്നെ, പൗലോസിൻ്റെ ഒറ്റ പ്രസംഗത്തിൽ തന്നെ നമുക്കറിയാം 3000 ആളുകളൊക്കെ മാനസാന്തരപ്പെട്ട് തൻ്റെ കയ്യിലുണ്ടായിരുന്ന എല്ലാ അസ്വസ്ഥയും അശുദ്ധിയും വലിച്ചു ദൂരെ എറിഞ്ഞുകൊണ്ട് യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ച്, യേശു ക്രിസ്തുവിനെ ദൈവമായി കണ്ട്, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൊടിക്കീഴിൽ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ജ്ഞാനസ്നാനം സ്വീകരിച്ച് അന്ന് പ്രസംഗിച്ച പത്രോസിനെ, പൗലോസിൻ്റെ കൂടെ ആൾ വന്നപ്പോൾ അവിടെ അപ്പസ്തോല പ്രവർത്തനത്തിൽ ഒരു വചനം എഴുതി വെച്ചിട്ടുണ്ട്. അവരോടുകൂടെ ചേർന്നവർ 3000 പേർ. എന്നാൽ അവരെ ഉപദ്രവിക്കാനോ ഭീഷണിപ്പെടുത്താനോ അവരോട് ചേരാതെ മാറി നിന്നു. അവരുടെ വളരെ ഭയഭക്തിയോടുകൂടി കണ്ടിരുന്നു. അവരോട് ചേരാൻ ആരും ധൈര്യപ്പെട്ടിരുന്നില്ല എന്നാണ് പറയുന്നത്. എന്തായിരുന്നു അതിൻ്റെ കാരണം? അത്ര ശക്തമായിരുന്നു ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിൻ്റെ ശക്തി, ക്രിസ്തുവിൻ്റെ വചനത്തിൻ്റെ ശക്തി അത്ര അപാരമായിരുന്നു. പ്രിയ സഹോദരനെ, അതുപോലെ തന്നെയാണ് ഇന്നും ചില വ്യക്തികൾക്കോ ചില ഗ്രൂപ്പിനോ ചില മതങ്ങൾക്കോ ഒക്കെ തോന്നും കത്തോലിക്ക സഭയൊന്ന് തോണ്ടണം, കിള്ളണം, ഒന്ന് തട്ടണം, മുട്ടണം എന്നൊക്കെ തോന്നും. പക്ഷേ പ്രിയപ്പെട്ടവരെ, എളിദാസൻ നിങ്ങൾ പറയുകയാണ്, ലോകത്തോട് പറയുകയാണ്, കത്തോലിക്ക സഭ എന്ന് പറയുന്നത് കൂദാശകൾ, അത് ദൈവിക ശക്തിയുടെ ഇടിമിന്നലുകളാണ്. കൂദാശകൾ എന്ന് പറയുന്നത് ഇടിമിന്നൽ പോലെയാണ്. ഒരു 7 കൂദാശയുണ്ട് കത്തോലിക്ക സഭയിൽ. തിരുപ്പട്ടം, കുർബാന, കുമ്പസാരം, വിശുദ്ധുർബാന, ജ്ഞാനസ്നാനം, വിവാഹം, ഇതെല്ലാം കൂദാശകളാണ്. അതെല്ലാം ഇടിമിന്നലിൻ്റെ ശക്തിയുള്ള കൗദാശിക തലങ്ങളാണ്. അതിൽ ആരും തുടരുത്. അത് വിശുദ്ധിയോടെ, ഭക്തിയോടെ, ജ്ഞാനത്തോടെ, തലകുനിച്ച് കുമ്പിട്ട് ആദരവോടെ സ്വീകരിക്കാനുള്ള ഒരു വ്യക്തിയുടെ മനസ്സിൽ, ഒരു വ്യക്തിയുടെ ശരീരത്തിൽ, ഒരു വ്യക്തിയുടെ ആത്മാവിൽ വലിയ രൂപാന്തരീകരണ പ്രക്രിയ നടത്തുന്ന എല്ലാ പൈശാചിത്യങ്ങളെയും വെറുത്തുപേക്ഷിച്ച്, എല്ലാ പാപത്തെയും തിന്മയും വെറുത്തുപേക്ഷിച്ച് ക്രിസ്തുവിനെ രക്ഷിതാവായിട്ട് സ്വീകരിക്കുമ്പോൾ അവൻ്റെ ആത്മാവിൽ ജീവൻ്റെ ജീവനായി, ഇടിമിന്നലായി, തീപ്പന്തമായി, ശക്തിയായി, പർവ്വതമായി, അത് സിയോനായി, സ്വർഗമായി നിലനിൽക്കേണ്ട കൗദാശിക തലങ്ങളുടെ അതിൻ്റെ വസ്തുരൂപമായി ഊറാറയും അതുപോലെ കുമ്പസാരക്കൂടുകളും ദേവാലയങ്ങളും കുരിശും എല്ലാം അതോട് ചേർന്ന് വരുന്ന ചിഹ്നങ്ങളാണ്, അടയാളങ്ങളാണ്. അതിൽ തൊട്ട് ആര് കളിച്ചാലും അത് അവരുടെ അന്ത്യത്തിൻ്റെ തുടക്കമാണെന്ന് ഈ എളിദാസനിൽ പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് കത്തോലിക്ക സഭയ്ക്കൊന്നും പേടിക്കാനില്ല, കത്തോലിക്ക സഭയ്ക്കൊന്നും വിഷമിക്കാനില്ല. കത്തോലിക്ക സഭ പേടിക്കുകയും വിഷമിക്കുകയും വേണ്ട. കർത്താവായ യേശു ക്രിസ്തുവാണ്. യേശു ക്രിസ്തുവിൻ്റെ തിരു രക്തത്താൽ, യേശു ക്രിസ്തുവിൻ്റെ തിരുവചനത്താൽ, യേശു ക്രിസ്തുവിൻ്റെ തിരു ശരീരത്താൽ, യേശു ക്രിസ്തുവിൻ്റെ
വിശുദ്ധ കൂദാശയുടെ അടയാളത്തെ മുദ്രിതമാണ് കത്തോലിക്ക സഭ. അതുകൊണ്ടാണ് യേശു ക്രിസ്തു പറഞ്ഞത്, ഒരു കർത്താവ് പറഞ്ഞൊരു വചനമുണ്ട്. ആ കർത്താവ് പറഞ്ഞത് എന്താണ്? നീ തൊഴിക്കുന്ന, പരിശുദ്ധം പറഞ്ഞ, നീ തൊഴിക്കുന്നത് ഇരുമ്പാണിയിലാണ് എന്ന് ഓർത്തുകൊള്ളാണ് പറയുന്നത്. കത്തോലിക്ക സഭ ഒരു ഇരുമ്പാണിയാണ് എന്ന് പറഞ്ഞാൽ തൊഴിക്കുന്നവന് മുറിവേൽക്കും. അതുകൊണ്ട് അവിടുത്തെ നരക കവാടങ്ങൾ അതിനെതിരെ പ്രബലപ്പെടുകയില്ല എന്ന് സർവശക്തനായ യേശു ക്രിസ്തു പറഞ്ഞിട്ടുണ്ട്. ഈശ്വരനാഥൻ പറഞ്ഞിട്ടുണ്ട്, നരക കവാടങ്ങൾ, നരകത്തിൻ്റെ ചില സന്തതികൾ, നരകത്തിന് ചില ആളുകൾ, നരകത്തിന് ചില മതങ്ങൾ ഒക്കെ ചിലപ്പോൾ കത്തോലിക്ക സഭയെ ഒന്ന് കിള്ളി നോക്കാം, ഒന്ന് തട്ടി നോക്കാം, ഒന്ന് മുട്ടി നോക്കാൻ വിചാരിക്കും. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട സത്യം ഇതാണ് പ്രിയ സഹോദരങ്ങളെ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരവിൻ്റെ മുന്നോടിയായി ഉണ്ടാകുന്ന ചില വിശുദ്ധീകരണ പ്രക്രിയയാണ്. ഞാൻ നിങ്ങൾ പറയുകയാണ്, ഇത് അവർ നമ്മളെ സഭയെ ഉപദ്രവിക്കാൻ നോക്കിയെങ്കിൽ അതിലുകൊണ്ട് ഒരു ഗുണം സഭയ്ക്കുണ്ടായിട്ടുണ്ട്. അല്ലെങ്കിൽ ചെമ്പന്തുരുത്തി നിവാസികൾക്ക്, അല്ലെങ്കിൽ ക്രിസ്തു മതത്തിൽ ക്രിസ്തു വിശ്വാസികൾക്ക് ഒരു ശക്തി അവർ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. കൂടുതൽ തീഷ്ണത, കൂടുതൽ ജ്വലനം, തീപ്പന്തങ്ങളായി ക്രിസ്തുവിന് വേണ്ടി തീപ്പന്തങ്ങളായി മാറാൻ, യേശു ക്രിസ്തുവിന് വേണ്ടി ഒരു ബോംബ് പോലെ നിലനിൽക്കുവാൻ, ഒരു പർവ്വതത്തെ പോലെ ഈ സമൂഹത്തിനു മുമ്പിൽ, ഈ ലോകത്തിനു മുമ്പിൽ ക്രിസ്തുവിന് വേണ്ടി സാക്ഷ്യമായ ഒരു പർവ്വതത്തെ പോലെ നിൽക്കുവാൻ ശക്തമായ അഭിഷേകത്തിൻ്റെ, ആരാധനയുടെ, വിശുദ്ധീകരണ പ്രക്രിയയുടെ ശക്തമായ ഒരു തുടക്കത്തിൻ്റെ ആരംഭമാണ് ഇതെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഈ സമയത്ത് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് കത്തോലിക്ക സഭയിലെ വൈദികരെയോ ഊറാറെയോ നമ്മുടെ സഭാ സ്ഥാപനങ്ങളെയോ സഭയുടെ ചിഹ്നങ്ങളെയോ അടയാളങ്ങളെയോ ആരെങ്കിലും തൊടുകയോ ഉപദ്രവിക്കുകയോ നശിപ്പിക്കുകയോ അവഹേളിക്കുകയോ കൊച്ചാക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതങ്ങനെ നശിച്ചു പോകാനുള്ളതല്ല, അതങ്ങനെ നശിച്ചു പോവുകയുമില്ല പ്രിയപ്പെട്ടവരെ. അത് കത്തോലിക്ക സഭയിലെ ജനങ്ങൾക്ക് ശക്തിപ്പെടുവാൻ, കത്തോലിക്ക സഭയിലെ വിശ്വാസത്തെ ഊട്ടിയുറപ്പിക്കാൻ, ക്രിസ്തുവിന് വേണ്ടി മരിക്കേണ്ടി വന്നാൽ മരിക്കുവാൻ, അതിന് വൈദികരും ക്രിസ്ത്യാനികളും ഇടവാജനങ്ങളും ശക്തിപ്പെടുവാൻ കർത്താവ് നമ്മുടെ മുമ്പിൽ വെച്ചു നീട്ടിയ ചില അടയാളങ്ങളാണ്, ചില ലക്ഷണങ്ങളാണെന്ന് മാത്രമായിട്ട് ഞാൻ ഈ വിഷയത്തെ പറയുകയാണ്. എന്നാൽ ചില യാഥാർത്ഥ്യങ്ങളെ കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതിനായി പ്രിയ സഹോദരങ്ങളെ, ഞാൻ നിങ്ങളുടെ മുമ്പിൽ ചില സത്യങ്ങൾ, അതായത് BC AD BC എന്നാണ് ചരിത്രവും ലോകത്തെ ഡേറ്റുകളും കിടക്കുന്നത്. അപ്പോൾ ഈ സംഭവങ്ങളൊക്കെ നമ്മൾ കാണുമ്പോൾ നിങ്ങൾ ശിരസ്സുയർത്തി നിർത്തുവിൻ. ജനം ജനത്തിനെതിരായും രാജ്യം രാജ്യത്തിനെതിരായും ഉണർന്നെഴുന്നേൽക്കുമെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഒന്നാമത്തെ ഒരു ഘട്ടമാണ് ചെമ്പന്തൊട്ടിയിൽ നമ്മൾ കണ്ടത്. അല്ലെങ്കിൽ ഇപ്പോൾ മണിപ്പൂരിൽ ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുന്നവർ ഇന്നല്ല നാളെ തിരിച്ചറിയും, ക്രിസ്തുവിനെയാണ് വേദനിപ്പിച്ചതെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് കർത്താവിൻ്റെ മുമ്പിൽ മാപ്പപേക്ഷിക്കുന്ന കാലം അടുത്തു തന്നെ വരുന്നുണ്ട് പ്രിയപ്പെട്ടവരെ. അപ്പോൾ നമ്മൾ BC കാലഘട്ടങ്ങളിൽ ഈ ലോകം അവസാനിക്കുന്നു, യേശു ക്രിസ്തുവിനെ കളിയാക്കുകയോ ഒച്ചാക്കുകയൊക്കെ ചെയ്യുന്നു, അല്ലെങ്കിൽ അതിൻ്റെ യേശു ക്രിസ്തുവിൻ്റെ വരവിന് വേണ്ടി മുന്നോടിയായിട്ടുള്ള ചില വേദനകൾ എവിടെ വരെ എത്തിയിരിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ കുറേ BCയിലേക്ക് പോകണം, പിന്നെ നമ്മൾ കുറച്ച് ADയിലേക്ക് വരണം. ചരിത്രത്തിലൂടെയും വിശുദ്ധ ഗ്രന്ഥത്തിൽ സംഭവിച്ചിരിക്കുന്ന അടയാളങ്ങളും അത്ഭുതങ്ങളും കണ്ടു മനസ്സിലാക്കണം. അതോടൊപ്പം ഈ ആധുനിക ലോകത്ത് ഇന്ന് ലോകത്ത് യുദ്ധത്തിനു വേണ്ടി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന വസ്തുക്കളെക്കുറിച്ച് BC 2500-3000 വർഷങ്ങൾക്ക് മുമ്പ് എഴുതി വെച്ച വചനത്തെ ഇന്ന് AD 2024 വായിക്കുമ്പോൾ യേശുവിൻ്റെ വരവ് എത്രമാത്രം അടുത്തെത്തി എന്നുള്ളതിനെക്കുറിച്ച് ഗ്രഹിക്കുവാൻ, മനസ്സിലാക്കുവാൻ നമ്മൾ ചില വചനത്തിലൂടെ കടന്നു പോവുകയാണ്. അത് പ്രിയപ്പെട്ടവരെ നമുക്കറിയാം. ആദ്യമേ നമ്മൾ തുടങ്ങുന്നത് ലോകാവസാനം എന്ന വാക്കുകൂടി തുടങ്ങുകയാണ്. BC 730 എഴുതി വെച്ച വചനം. അത് നമ്മൾ വായിച്ചിന്ന് ഗ്രഹിക്കുന്ന 2024 നവംബർ മാസത്തിലാണ്. അത് AD 2024. അതിങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അന്ന് മധ്യാഹ്നത്തിൽ സൂര്യൻ അസ്തമിക്കും, നട്ടുച്ചയ്ക്ക് ഞാൻ ഭൂമിയെ അന്ധകാരത്തിൽ ആഴ്ത്തും. അന്ന് മധ്യാഹ്നത്തിൽ സൂര്യൻ അസ്തമിക്കും, നട്ടുച്ചയ്ക്ക് ഞാൻ ഭൂമിയെ അന്ധകാരത്തിൽ ആഴ്ത്തും. അപ്പോൾ രണ്ട് കാര്യമാണ്. അപ്പോൾ നട്ടുച്ചയ്ക്ക് സൂര്യൻ അസ്തമിക്കണമെങ്കിൽ സൂര്യനെ ആരെങ്കിലും തകർക്കണം. അതിന് BC 730 എഴുതി വെച്ച വചനം ഇതിങ്ങനെയാണ്. ആ വചനത്തിൻ്റെ വസ്തുരൂപമാണ് ഹൈപ്പർസോണിക് മിസൈൽ. ഹൈപ്പർസോണിക് മിസൈൽ എന്ന വസ്തു ബഹിരാകാശത്തേക്ക് പറന്നു ചെല്ലുകയും അത് ബഹിരാകാശത്ത് വെച്ച് അതിന് ലേസർ രശ്മികളാൽ കത്തിച്ച് തകർക്കപ്പെടുകയും ചെയ്യുമ്പോൾ അവിടെ വലിയ ആണവസ്ഫോടനം നടക്കും. ആ ആണവസ്ഫോടനത്തിൻ്റെ ഫലമായിട്ടാണ് സൂര്യൻ അന്ധകാരത്തിലാവുന്നതും ഭൂമിയിലേക്ക് അന്ധകാരം വരുന്നതും. അപ്പം ആ ഇന്ന് നിർമ്മിക്കപ്പെട്ട വസ്തുവിൻ്റെ വചനരൂപമാണ് BC 730 എഴുതി വെച്ചത്. അന്ന് ഞാൻ സൂര്യനെ നട്ടുച്ചയ്ക്ക് അന്ധകാരത്തിലാഴ്ത്തും. അതെന്തുകൊണ്ടാണ് അത് സംഭവിക്കുന്നത്? ഹൈപ്പർസോണിക് മിസൈൽ എന്ന സംഭവം കണ്ടുപിടിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ടാണ്. അതിൽ തന്നെ ഇനി നമുക്കറിയാം, ആമോസ് പ്രവാചകന്റെ പുസ്തകത്തിൽ 9-ാം അധ്യായം 2-ാം തിരുവചനത്തിൽ അവർ പാതാളത്തിലേക്ക് തുരന്നിറങ്ങിയാലും ഞാൻ അവരെ അവിടെ ചെന്ന് പിടികൂടും.
അപ്പോൾ അതെന്താണ് പാതാളത്തിൽ തുരന്നിറങ്ങുക എന്ന് പറയുന്നത്? അതാണ് നമ്മൾ വാർത്തകളിലൊക്കെ കേൾക്കുന്നത്, തുരങ്കങ്ങൾ. ഭൂമിക്കടിയിലേക്ക് തുരങ്കങ്ങൾ ഉണ്ടായിട്ട് അതിലൂടെ ആളുകൾ സഞ്ചരിക്കുന്നതും പോകുന്നതും അവിടെ തട്ടിക്കൊണ്ട് പോകുന്നവരെ പാർപ്പിക്കുന്നതൊക്കെ ആയിട്ട് നമ്മൾ കാണുന്നത്. അത് ആമോസ് പ്രവാചകന്റെ പുസ്തകം 9-ാം അധ്യായം 2-ാം വചനം. അവർ പാതാളത്തിലേക്ക് തുരന്നിറങ്ങിയാലും ഞാൻ അവരെ പിടികൂടും. ഇനി അടുത്തത് നമ്മൾ ആമോസ് പ്രവാചകന്റെ പുസ്തകത്തിൻ്റെ 9-ാം അധ്യായം 3-ാം തിരുവചനം. ആകാശത്തിലേക്ക് അവർ കയറിപ്പോയാലും അവിടെ നിന്ന് ഞാൻ അവരെ വലിച്ച് താഴെ ഇറക്കും. അതിന് ഇന്നത്തെ രൂപത്തിൽ നമ്മൾ കാണുന്ന ആകാശത്തിലേക്ക് എങ്ങനെയാണ് ഒരു മനുഷ്യൻ കയറിപ്പോകുന്നത്? അതിന് വസ്തുരൂപമായി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നതാണ് റോക്കറ്റ്, ബഹിരാകാശ വാഹനം അല്ലെങ്കിൽ ബഹിരാകാശ പേടകം എന്നൊക്കെ പറയും. അപ്പോൾ BC 730 എഴുതപ്പെട്ട വചനത്തിൽ വചനരൂപത്തിൽ എഴുതിയതിൻ്റെ വചനരൂപമാണ് അവർ ആകാശത്തിലേക്ക് കയറിപ്പോയാലും അവിടെ നിന്ന് ഞാൻ അവരെ വലിച്ചു താഴെ ഇറങ്ങും. അതിൻ്റെ ഇന്നത്തെ വസ്തുരൂപമാണ് ബഹിരാകാശ വാഹനം അഥവാ റോക്കറ്റുകൾ. വീണ്ടും ആമോസ് പ്രവാചകന്റെ പുസ്തകം തന്നെ 9-ാം അധ്യായം 3-ാം തിരുവചനം. എൻ്റെ കണ്ണിൽ പെടാതെ ആഴിയുടെ അഗാധങ്ങളിൽ അവർ ഒളിച്ചിരുന്നാലും ഞാൻ അവരെ പിടികൂടും. എൻ്റെ കണ്ണിൽ പെടാതെ ആഴിയുടെ അഗാധങ്ങളിൽ ഒളിച്ചിരുന്നാലും ഞാൻ അവരെ പിടികൂടും. അതിന് പറയുന്ന പേരാണ് മുങ്ങിക്കപ്പൽ. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമുക്കറിയാം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ എല്ലാവർക്കും മുങ്ങിക്കപ്പലുണ്ട്. ആഴിയുടെ അഗാധങ്ങളിലേക്ക് ഒരാൾ ഒളിച്ചിരിക്കാൻ പോകണമെങ്കിൽ നീന്തി ചെന്ന് അവിടെ ഇരിക്കാൻ പറ്റുകയില്ല. അവിടെ എന്താണുള്ളത്? വെള്ളമാണുള്ളത്. അപ്പോൾ അതിന് മുങ്ങിക്കപ്പൽ എന്ന് പറയും. അപ്പോൾ മുങ്ങിക്കപ്പലിനെ വചനരൂപത്തിൽ BC 730 എഴുതി വെച്ചത് 2024 AD 2024 വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കണം എങ്ങനെയാണ് അതാണ് മുങ്ങിക്കപ്പൽ എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇനി BC 587 എഴുതി വെച്ച ഒബാദ്യ എന്ന പ്രവാചകനിലൂടെ സർവശക്തനായ ദൈവം എഴുതി വെച്ച ഒബാദ്യയുടെ പുസ്തകം 1-ാം അധ്യായം 4-ാം തിരുവചനം. നീ കഴുകനെ പോലെ ഉയർന്നു പറന്നാലും നക്ഷത്രങ്ങളുടെ ഇടയിൽ കൂടുകൂട്ടിയാലും അവിടെ നിന്ന് ഞാൻ നിന്നെ താഴെ ഇറക്കും. അതാണ് ചൊവ്വാഗ്രഹത്തിലേക്ക് പോകുന്ന ഉപഗ്രഹങ്ങൾ. നീ ഒബാദ്യയുടെ പുസ്തകം 1-ാം അധ്യായം 4-ാം തിരുവചനം. അത് BC 587. ഇന്നത് AD 2024 ആ വചനം വായിക്കുമ്പോൾ അതിൻ്റെ അർത്ഥമാണ് ചൊവ്വാഗ്രഹത്തിലേക്ക് പോകുന്ന പേടകങ്ങൾ, അതായത് ഉപഗ്രഹങ്ങൾ. അതിന് വചനരൂപത്തിൽ എഴുതിയാണ്, നീ കഴുകനെ പോലെ ഉയർന്നു പറന്നാലും നക്ഷത്രങ്ങളുടെ ഇടയിൽ കൂടുകൂട്ടിയാലും അവിടെ നിന്ന് നിന്നെ ഞാൻ താഴെ ഇറക്കും. അതായത് നീ കഴുകനെ പോലെ വളരെ ഉയർന്നു പറന്നാലും നക്ഷത്രങ്ങളുടെ ഇടയിൽ, നക്ഷത്രങ്ങൾ ചൊവ്വാഗ്രഹം നക്ഷത്രമാണ്, ഭൂമി ഒരു ഗ്രഹമാണ്, നക്ഷത്രമാണ്, അല്ലെങ്കിൽ ചന്ദ്രൻ ഒരു നക്ഷത്രമാണ്, ചൊവ്വ ഒരു നക്ഷത്രമാണ്, മറ്റനേകം നക്ഷത്രങ്ങൾ, സൂര്യൻ നക്ഷത്രമാണ്, ഇതെല്ലാം നമുക്കറിയാം. അപ്പോൾ ഈ നക്ഷത്രങ്ങൾ എന്ന് പറയുമ്പോൾ ചന്ദ്രനും ഇപ്പോൾ ചൊവ്വയിലേക്കും മറ്റൊരു ഗ്രഹത്തിലേക്ക് പോകുന്നു. അതുപോലെ സൂര്യനടുത്തേക്ക് പ്രകടനം അയക്കുന്നു. അപ്പോൾ കർത്താവ് BC 587 എഴുതിയ വചനം 2024 വായിക്കുമ്പോൾ നമുക്കത് ചൊവ്വ ഉപഗ്രഹമാണെന്നും വലിയ റോക്കറ്റുകളാണെന്നും കൂടി വിഷയമെന്നും നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ കാലഘട്ടമനുസരിച്ച്, പശ്ചാത്തലമനുസരിച്ച് കർത്താവിൻ്റെ വചനത്തെ വിശുദ്ധിയോടെ വായിച്ച് ധ്യാനിച്ച് ഗ്രഹിച്ച് മനസ്സിലാക്കുമ്പോഴാണ് എത്രമാത്രം അടുത്താണ് ലോകം അതിൻ്റെ അന്ത്യത്തിൽ എത്തിയിരിക്കുന്നത്, നാം അവിടെ യുഗാന്ത്യത്തിൽ എത്തിയിരിക്കുന്നത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് പ്രിയ സഹോദരങ്ങളെ ഞാൻ പറയുന്നത്. ഇനി ഒബാദ്യയുടെ പുസ്തകം തന്നെ 1-ാം അധ്യായം 1-ാം തിരുവചനം. അവിടെ വെച്ചാണ്, കർത്താവിൽ നിന്ന് ഞങ്ങൾക്ക് വാർത്ത ലഭിച്ചിരിക്കുന്നു. കർത്താവിൽ നിന്ന് ഞങ്ങൾക്ക് വാർത്ത ലഭിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം ഇന്ന് വാർത്ത നമുക്ക് ലഭിക്കുന്ന ആകാശത്തു നിന്നാണ്. ആകാശത്ത് പറഞ്ഞാൽ ഇൻ്റർനെറ്റ് അല്ലെങ്കിൽ റേഡിയോ അല്ലെങ്കിൽ ടെലിവിഷൻ ഒക്കെ നമുക്ക് ഉപഗ്രഹം ദൂരത്തിൽ സ്ഥാപിച്ചിട്ടുണ്ട്. അവിടുന്ന് വാർത്ത ടെലിവിഷനിലേക്ക്, ഇൻ്റർനെറ്റിലേക്ക്, മൊബൈൽ ഫോണിലേക്ക് നമുക്ക് വരുന്നത്. റേഡിയോയിലൊക്കെ വരുന്ന ആകാശവാണി എന്ന് പറയുമ്പോൾ അത് ആകാശത്തിൽ കൂടിയാണ് വരുന്നത്. അപ്പോൾ കർത്താവ് എവിടെയാണ്? ഉയരത്തിലാണ്. കർത്താവ് ആകാശത്തിലാണ്. അപ്പോൾ കർത്താവിൽ നിന്ന് പ്രവാചകന്മാർക്ക് അരുളപ്പാടുകൾ കിട്ടിയെങ്കിൽ ഇന്ന് നമുക്ക് അരുളപ്പാട് കിട്ടുന്നതാണ് എവിടുന്നാണ്? അതേപോലെ ഉയരത്തിലിരിക്കുന്ന സാധനത്തിന് ഇൻ്റർനെറ്റിൽ കൂടെയും അതിൻ്റെ ഉപകരണത്തിൽ കൂടെയും നമുക്ക് കിട്ടുന്നു. അതിന് പറയുന്ന പേരാണ് ഇൻ്റർനെറ്റ്. അപ്പോൾ കർത്താവ് നമുക്ക് വാർത്ത ലഭിക്കുന്നത് ഇൻ്റർനെറ്റ് സംവിധാനത്തിൽ കൂടെയാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? BC 587 എഴുതി വെച്ച വചനം 2024 AD 2024 വായിക്കുമ്പോൾ അതിന് പറയുന്ന പേരാണ് ഇൻ്റർനെറ്റ്. അതിൻ്റെ വചനരൂപമാണ് കർത്താവിൽ നിന്ന് ഞങ്ങൾക്ക് വാർത്ത ലഭിച്ചിരിക്കുന്നത്. ഇനി ഒബാദ്യയുടെ പുസ്തകം തന്നെ വീണ്ടും ഒന്നുകൂടി പറയുന്നത്, യാക്കോബിൻ്റെ ഭവനം അഗ്നിയും ജോസഫിൻ്റെ ഭവനം തീജ്വാലയുമാകും. ഒബാദ്യയുടെ പുസ്തകം അത് 1-ന്റെ അധ്യായത്തെ 1 അധ്യായത്തിൻ്റെ ലാസ്റ്റ് വരുമ്പോൾ പറയുന്ന വചനമാണ് ഈ വചനം. അതിന് പറയുന്നതാണ് അഗ്നി അഥവാ ജോസഫിൻ്റെ ഭവനം അഗ്നിയായും തീജ്വാലയായി മാറും എന്ന് പറഞ്ഞാൽ അത് ആണവ ആയുധങ്ങൾ, ആണവ മിസൈലുകൾ. അഗ്നി അഥവാ തീജ്വാല, അതിന് പറയുന്ന പേരാണ് അണുബോംബ്. അപ്പോൾ അതിൻ്റെ വചനരൂപമാണ് ഒബാദ്യയുടെ പുസ്തകം എഴുതി വെച്ചിരിക്കുന്നത്.
ഇനി നമ്മൾ അടുത്തതായിട്ട് ചിന്തിച്ചു പോകുന്നത് മിഖ പ്രവാചകന്റെ പുസ്തകത്തിലാണ്. BC 750 മുതൽ ഉള്ള വചനമാണ് നമ്മൾ എഴുതി വെച്ചിരിക്കുന്നത്. അത് 2024 നമ്മൾ വായിക്കുന്നത്. അത് മിഖ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 2-ാം തിരുവചനം. അവർ വയലുകൾ മോഹിക്കുന്നു, അവ പിടിച്ചെടുക്കുന്നു. വീടുകൾ മോഹിക്കുന്നു, അവ സ്വന്തമാക്കുന്നു. അഥവാ അതിന് പറയുന്ന പേരാണ് വിദേശ പൗരത്വം, അതിന് വിദേശ ജോലികൾ എന്ന് നമുക്ക് പറയാം. 2024 ആ വചനത്തിന് അർത്ഥം വരുമ്പോൾ വിദേശ ജോലികളാണ്. അവിടെ വീടുകൾ മോഹിക്കുന്നു, അത് സ്വന്തമാക്കുന്നു. എന്നാൽ നമ്മൾ വലിയ വീട് മോഹിച്ച് നമ്മുടെ കേരളത്തിൽ വലിയൊരു വീട് പണിയാൻ വേണ്ടി നമ്മൾ കാനഡയിൽ പോകുന്നു, അമേരിക്കയിൽ പോകുന്നു. അല്ല, വീടുകൾ മോഹിക്കുന്നു, അത് സ്വന്തമാക്കുന്നു. അവർ വയലുകൾ മോഹിക്കുന്നു, അത് സ്വന്തമാക്കുന്നു. വയലുകൾ എന്ന് പറഞ്ഞാൽ പണം വരുന്ന ധന ആഗമന മാർഗങ്ങൾ. അത് നേഴ്സിംഗ് ആകാം, എഞ്ചിനീയറിംഗ് ആകാം, ഡോക്ടറാകാം, അല്ലെങ്കിൽ ടെക്നിക്കലാകാം, ഡ്രൈവറാകാം, അങ്ങനെ നേഴ്സ്, ഡോക്ടർ ജോലി, അങ്ങനെ എല്ലാ ജോലിയും അതെല്ലാം വയലുകൾ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ BC 750 എഴുതപ്പെട്ട വചനം 2024 നമ്മൾ മനസ്സിലാക്കുമ്പോൾ, ഗ്രഹിക്കുമ്പോൾ, വ്യാഖ്യാനിക്കുമ്പോൾ അതിന് വിദേശ ജോലി എന്ന് നമുക്ക് പറയാം. വീടുകൾ സ്വന്തമാകും. അതുപോലെ തന്നെ വിദേശ പൗരത്വം, വിദേശത്ത് ചെന്ന് പൗരത്വം നേടി അവിടെ സെറ്റിലാവുന്ന പരിപാടി. അനി മിഖായുടെ പുസ്തകം 2-ാം അധ്യായം 4-ാം തിരുവചനം. രഥങ്ങൾ തെരുവിലൂടെ ചീറിപ്പായുന്നു, അവർ ചീറിപ്പായുന്നു എന്ന് പറഞ്ഞാൽ രഥങ്ങൾ എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ്റുകൾ എന്നാണ് അർത്ഥം. ഇന്നത്തെ ഭാഷ. അന്ന് രഥത്തിലായിരുന്നു രാജാക്കന്മാർ സഞ്ചരിച്ചിരുന്നെങ്കിൽ ഇന്ന് അതിന് പറയുന്ന പേരാണ് രഥങ്ങൾ. മിഖ 2:4 എഴുതി വെച്ചിരിക്കുന്ന രഥങ്ങൾ, അഥവാ ഇന്ന് അതിന് പറയുന്ന പേരാണ് യുദ്ധ ടാങ്കുകൾ. അത് രഥം പോലെ തന്നെയാണ് ഓടുന്നത്. അതിൻ്റെ താളുകൊണ്ട് വളരെ ശക്തമായിട്ട് ഓടും, യുദ്ധ ടാങ്കുകൾ. അപ്പോൾ BC 750 എഴുതിയ വചനത്തിൻ്റെ 2024 അർത്ഥമാണ് യുദ്ധ ടാങ്കുകൾ. ഇനി മിഖ പ്രവാചകന്റെ പുസ്തകത്തിൽ തന്നെ 2-ാം അധ്യായം 4-ാം തിരുവചനം. അവ പന്തങ്ങൾ പോലെ പ്രകാശിക്കുകയും മിന്നൽ പോലെ പായുകയും ചെയ്യുന്നു. എന്താണ് പന്തമല്ല? നമുക്കറിയാം, ഇന്നിപ്പോൾ നമ്മൾ ഈ ഇസ്രായേലിലേക്ക് വരുന്ന മിസൈലുകളായാലും, ഇസ്രായേലിൽ നിന്ന് വിദേശത്തേക്ക് വിടുന്ന മിസൈലുകളായാലും അത് പന്തം പോലെയാണ് പോകുന്നത്. പന്തം പ്രകാശിക്കുന്നു, മിന്നൽ പോലെ പായുന്നു. അതാണ് മിസൈലുകൾ. അതിന് പറയുന്ന പേരാണ് മിസൈലുകൾ. അതിന് ഹൈപ്പർസോണിക് മിസൈലെന്നും ബാലിസ്റ്റിക് മിസൈലെന്നും ക്രൂയിസ് മിസൈലെന്നും ഒക്കെ വിവിധ രീതിയിൽ നമ്മൾ ആധുനിക ലോകം പേരിട്ടിരിക്കുന്നു. അതിൻ്റെ വചനരൂപമാണ്. അപ്പോൾ പന്തങ്ങൾ പോലെ പ്രകാശിക്കുകയും മിന്നൽ പോലെ പായുകയും ചെയ്യുന്നു. അപ്പോൾ നമ്മൾ അതിനെ എങ്ങനെ ഗ്രഹിക്കണം? നമ്മൾ വചനം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുമോ? ഇല്ല. അപ്പോൾ അതിന് ഇന്നും ഹൈപ്പർസോണിക് മിസൈൽ എന്ന് 2024 അതിൻ്റെ അർത്ഥം വരുന്നത്. ഇനി മിഖ പ്രവാചകന്റെ പുസ്തകം തന്നെ 2-ാം അധ്യായം 5-ാം തിരുവചനം. ലോഹമറ സജ്ജമായിരിക്കുന്നു. മിഖ 2:5. ലോഹമറ എന്ന് പറയുന്നത് ഒരു ലോഹമറയാണ്. അതായത് ശത്രു രാഷ്ട്രങ്ങൾക്കെതിരെ ലോഹത്തിൻ്റെ മറ, വലിയ ഇരുമ്പിൻ്റെ മറ പോലെ വെക്കുന്ന ഒന്ന് അയൺ ഡോം. പിന്നെ അതിൻ്റെ ആൻറ്റി മിസൈൽ സംവിധാനങ്ങൾ. അതിൻ്റെ മറ്റൊന്നാണ് നമുക്ക് അറിയാവുന്നതുപോലെ അയൺ ബീമുകൾ, ലേസർ രശ്മി ഉപയോഗിച്ചുള്ള. ഇസ്രായേലിൻ്റെ കയ്യിൽ മാത്രമേ ഇപ്പോൾ അത് പ്രതിരോധ രംഗത്ത് വന്നിട്ടുള്ളൂ. അതിന് ലോഹമറ, അത് മറ്റൊരു രാഷ്ട്രം ഇങ്ങോട്ട് ആക്രമിക്കാതിരിക്കുമ്പോൾ അതിന് മറയിടുന്ന സംവിധാനത്തെയാണ് ലോഹമറ എന്നുകൊണ്ട് ദൈവം അർത്ഥമാക്കുന്നത്. മിഖ 2:5 ലോഹമറ സജ്ജമായിരിക്കുന്നു. അതിന് പറയുന്ന പേരാണ് അയൺ ഡോം. ഇനി മിഖ 2:5 അവർ മതിലിനടുത്തേക്ക് ഓടിയെടുക്കുന്നു. എന്താണ് മതിൽ? ഓരോ രാഷ്ട്രത്തിൻ്റെയും ചുറ്റിലും മതിൽ പോലെ നിൽക്കുന്ന യുദ്ധ ടാങ്കുകൾ. അത് യുദ്ധ ടാങ്കുകൾക്ക് തന്നെ നമുക്കറിയാം അതിൻ്റെ വിവിധ മോഡലുകളുണ്ട്. മിസൈൽ യൂണിറ്റുകൾ, മിസൈൽ ലോഞ്ചറുകൾ, അങ്ങനെയുള്ള എല്ലാ സംവിധാനങ്ങളും. അവർ മതിലിനടുത്തേക്ക് ഓടിയെടുക്കുന്നു. ഇന്നത് യുദ്ധ ടാങ്കുകളാണ്. ഇനി നാഹൂം പ്രവാചകന്റെ പുസ്തകം, നാഹൂം എന്ന പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായം 15-ാം തിരുവചനം. അവിടെ അഗ്നി നിന്നെ വിഴുങ്ങും. എന്താണ് അഗ്നി വിഴുങ്ങുക എന്ന് പറഞ്ഞാൽ? അഗ്നി വിഴുങ്ങുക എന്ന് പറഞ്ഞാൽ ഒരു പ്രദേശം മുഴുവൻ അഗ്നിയിലേക്ക് ഉൾപ്പെട്ടു പോകുന്നതിന് അതിൻ്റെ അർത്ഥം അണുബോംബ് എന്നാണ്. അഗ്നി എന്ന് പറയുന്നത് നമ്മൾ സാധാരണ കാണുന്ന ഭൂമിയിൽ കാണുന്ന അഗ്നിയല്ല, അത് അപാരമായ ചൂടുള്ള തീയാണ്. അതിൻ്റെ വചനരൂപം കർത്താവ് എഴുതി വെച്ച വചനമാണ് നാഹൂം പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായം 15-ാം തിരുവചനം. അവിടെ അഗ്നി നിന്നെ വിഴുങ്ങും. അതിന് പേരാണ് അണുബോംബ്. ഇനി ഹബക്കൂക്ക് പ്രവാചകന്റെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ ഹബക്കൂക്ക് 2:6 ജനപദങ്ങൾ തൻ്റേതെന്ന പോലെ അവൻ പെറുക്കി കൂട്ടുന്നു. ഹബക്കൂക്ക് പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 6-ാം തിരുവചനം. അതിന് ഇൻ്റർനെറ്റ് എന്ന് നമുക്ക് പറയാം. അതായത് ഓരോ ചാനലുകാർ കുറേ ആളുകളെ പെറുക്കി കൂട്ടും, സ്വന്തമായിട്ട് കണക്കൂട്ടുന്നു. ഇപ്പോൾ ഏഷ്യാനെറ്റിൻ്റെ ചാനലുകൾ, അതുപോലെ ഓരോ കൈരളിയുടെ ചാനലുകൾ, അത് ലോകത്താണ്. മറ്റ് വിദേശത്താണെങ്കിൽ അതിൻ്റെ ചാനലുകൾ, അതെല്ലാം അവർ ലക്ഷക്കണക്കിന് ആളുകൾ അവരെ സ്വന്തമായി അവർ പെറുക്കി കൂട്ടുന്ന പോലെ കൂട്ടുന്നു. അതിന് ദൈവം ഹബക്കൂക്ക് പ്രവാചകന്റെ പുസ്തകത്തിലൂടെ 2600-3000 വർഷങ്ങൾക്ക് മുമ്പ് എഴുതി വെച്ച വചനമാണ്. ജനപദങ്ങളേത് തൻ്റേതെന്ന പോലെ അവർ പെറുക്കി കൂട്ടുന്നു. ഹബക്കൂക്ക് 2:6 അതിന് ഇൻ്റർനെറ്റ് പറഞ്ഞു. ഇനി BC 630
എഴുതി വെച്ച സഫാനിയ എന്ന പ്രവാചകനിലൂടെ കർത്താവ് എഴുതി വചനം, BC 630 സഫാനിയ എന്ന പ്രവാചകനിലൂടെ ദൈവം എഴുതി വെച്ച വചനം AD 2024 നമ്മൾ വായിക്കുമ്പോൾ, അസഹിഷ്ണുമായ അവിടുത്തെ ക്രോധത്തിൻ്റെ അഗ്നിയിൽ ഭൂമി മുഴുവൻ ദഹിച്ചു പോവും, ഭൂവാസികളെ മുഴുവനും അവിടുന്ന് പൂർണ്ണമായും പെട്ടെന്നും ഉന്മൂലനം ചെയ്യും. അതിന് പേരാണ് അണുയുദ്ധം എന്ന് പറയുന്നത്. അണുബോംബ് ഉപയോഗിച്ചുള്ള അണുയുദ്ധത്തെയാണ് കർത്താവ് അർത്ഥമാക്കുന്നത്. അണുയുദ്ധം അഥവാ അണുബോംബാണ് ഉപയോഗിക്കുന്നത്, അത് അണുബോംബ് തന്നെ ഉപയോഗിച്ചുള്ള യുദ്ധത്തെയാണ് ഈ കർത്താവ് അർത്ഥമാക്കുന്നത്. കാരണം എന്തുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്? അസഹിഷ്ണുമായ അവിടുത്തെ ക്രോധത്തിൻ്റെ അഗ്നിയിൽ ഭൂമി മുഴുവൻ ദഹിച്ചു പോകും, ഭൂവാസികളെ മുഴുവനും പൂർണ്ണമായും പെട്ടെന്നും അവിടുന്ന് ഉന്മൂലനം ചെയ്യും. അതിൻ്റെ മുൻ വീഡിയോയിൽ ഒരു ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇത് വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ അത് ബാക്കി നോക്കി കണ്ട് മനസ്സിലാക്കി പഠിച്ചു നോക്കണം പ്രിയപ്പെട്ടവരെ. ഇപ്പോൾ ഞാൻ ഷോർട്ട് രൂപത്തിൽ പറഞ്ഞത്, ഈ യന്ത്രങ്ങളെല്ലാം ഇന്ന് ലോകത്ത് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നു എന്ന് നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇത്രമാത്രം ഈ നിഗൂഢ രഹസ്യങ്ങളിൽ നിങ്ങൾക്ക് വെളിപ്പെടുത്തിയിരുന്നത്. ആ സഫാനിയയുടെ പുസ്തകം തന്നെ 8-ാം തിരുവചനത്തിൽ, അസഹിഷ്ണുവായ എൻ്റെ ക്രോധാഗ്നിയിൽ ഭൂമി മുഴുവൻ ദഹിച്ചു പോകും. രണ്ടാമത്തെ ഒരു വചനം കൂടെയാണ്. അതിന് മറ്റൊരർത്ഥം കൂടെ ഉണ്ട്. ഭൂമി മുഴുവൻ ദഹിച്ചു കഴിഞ്ഞാൽ പിന്നെ ഭൂമി എന്തായി മാറും? നമുക്കറിയാം, ഈ പാതാളം എന്ന് പറഞ്ഞാൽ നമുക്ക് അത്ര വിശ്വാസമില്ല. സ്വർഗം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒട്ടും വിശ്വാസമില്ല. സ്വർഗമുണ്ടെന്നെല്ലാം വിശ്വസിക്കുന്നത് മാത്രമേ ഉള്ളൂ. അതിന് യാതൊരു തെളിവോ യാതൊരു അംഗീകാരമോ അതിൻ്റെ ഒരു ചരിത്രരേഖകളോ അല്ലെങ്കിൽ അതിനൊരു തെളിവോ ശാസ്ത്രീയമായിട്ടോ ഒന്നുമില്ല. അപ്പോൾ നമുക്കറിയാം പാതാളം അങ്ങനെ തന്നെയാണ്. അങ്ങനെ പാതാളം പറഞ്ഞ സ്ഥലമില്ല, ഒരിക്കലും പാതാളം ഉണ്ടാവുകയില്ല. അതാണ് നമ്മുടെ ധാരണ. എന്നാൽ സഫാനിയയുടെ പുസ്തകത്തിൽ 8-ാം തിരുവചനത്തിൽ കർത്താവായ സർവശക്തനായ ദൈവം എഴുതി വെച്ചിരിക്കുന്ന, അസഹിഷ്ണുമായ എൻ്റെ ക്രോധാഗ്നിയിൽ ഭൂമി മുഴുവൻ ദഹിച്ചു പോകും. എന്ന് ദഹിച്ചു പോകുക പറഞ്ഞാൽ മണ്ണിൻ്റെ പടലം, കല്ല്, മണ്ണ്, ഭൂമി എന്ന ആ വസ്തു നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന എല്ലാ വസ്തുക്കളും 2000 ഡിഗ്രി 3000 ഡിഗ്രി 20,000 ഡിഗ്രി സെൻറ്റിഗ്രേഡ് ചൂടിൽ കത്തിച്ചാമ്പലായി പോകുമ്പോൾ പിന്നെ അവിടെ കാണുന്ന സംഭവത്തെയാണ് പാതാളം അഥവാ എന്ന് പറയുന്നത്. ഇപ്പോൾ സൂര്യനിലെ ചൂട് നമുക്കറിയാം, സൂര്യനിലേക്ക് ഒരു മനുഷ്യർ പോകാൻ പറ്റില്ല നമുക്കറിയാം. അതേപോലെ അതിൻ്റെ 10 ഇരട്ടി, ചിലപ്പോൾ 100 ഇരട്ടി വലിയ ചൂടുള്ള ഒരു സ്ഥലമായിട്ട് മാറും നമ്മുടെ ഭൂമി. അതിന് പറയുന്ന പേരാണ് പാതാളം. പാതാളം രൂപപ്പെടുവാൻ എന്തു സംഭവിക്കണം? സഫാനിയയുടെ പുസ്തകത്തിൽ 8-ാം തിരുവചനത്തിൽ എഴുതിയ, അസഹിഷ്ണുവായ എൻ്റെ ക്രോധാഗ്നിയിൽ ഭൂമി മുഴുവൻ ദഹിച്ചു പോകുമെന്ന വചനം ഈ 2024 എന്തായിട്ട് വരും? ആണവ സ്ഫോടനമായിട്ട് വരും. ആണവ സ്ഫോടനത്തിൽ എന്തു സംഭവിക്കും? പാതാളം രൂപം പ്രാപിക്കും. അടുത്തത് പ്രിയപ്പെട്ടവരെ, BC 522 സക്കറിയ പ്രവാചകന്റെ പുസ്തകത്തിലൂടെ കർത്താവ് എഴുതി വെച്ച വചനമാണ് സക്കറിയ 5:1. പറക്കുന്ന ചുരുളിന് ഇന്ന് പറയുന്ന പേരാണ് പത്രം. അത് ഇൻ്റർനെറ്റ് ആയിട്ടും വരുന്നുണ്ട്. എന്താണ് പറക്കുന്ന ഒരു ചുരുള്? ഒരു പേപ്പർ കിട്ടി ഇങ്ങനെ ചുരുട്ടി വെച്ചത് പറന്നു പോകാമെന്ന് നമ്മൾ ചിന്തിക്കുന്നത് മാനുഷിക ഭാഷയിൽ. അതിനർത്ഥം ഇങ്ങനെ ചുരുട്ടി വെച്ചിരിക്കുന്നത് നമുക്കറിയാം. ഇൻ്റർനെറ്റിലൊക്കെ നമുക്കറിയാം, നമ്മുടെ മൊബൈൽ ഫോണുകളിൽ നമ്മളിങ്ങനെ തള്ളി മാറ്റുവാണ്. അതിന് കുറേ തള്ളി മാറ്റുമ്പോൾ ഒരു പേപ്പറാണ് തള്ളി മാറ്റുന്നത്, അതിന് ഉരുണ്ട് വരും എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ടവരെ, ഇന്ന് അതിൻ്റെ അർത്ഥം ഇതാണ് ഇൻ്റർനെറ്റ്. അത് പത്രത്തിലെ വാർത്തകൾ നമുക്ക് ലഭിക്കുന്നത് ഇങ്ങനെ പറക്കുന്ന ചുരുളിൽ കൂടെയാണ്. എന്ന് പറഞ്ഞാൽ ഇത് ബഹിരാകാശത്തിൽ നിന്ന് ഈ വാർത്തകളെല്ലാം പറക്കുന്ന ചുരുൾ പോലെ ഭൂമിയിലേക്ക് പറന്നു വരുന്നത് ഇൻ്റർനെറ്റിൽ കൂടെ ഭൂമിയിലേക്ക് പറന്നു വരുന്നു. സക്രിയ 5:1 പറക്കുന്ന ചുരുൾ, അതിന് പത്രമെന്നും ഇൻ്റർനെറ്റെന്നും ഇന്ന് ആധുനിക ലോകത്തിൽ നമുക്ക് മനസ്സിലാക്കേണ്ടി വരും. സക്രിയ 6:11 ഈയം കൊണ്ടുള്ള മൂടി അടച്ചു. സക്രിയ 6:11 നിങ്ങളെടുത്ത് മാറ്റണം. അത് കുറച്ച് കൂടുതൽ വചനമുണ്ട് പ്രിയപ്പെട്ടവർ, അത് ഞാൻ ഷോർട്ട് ഫോമിൽ എഴുതിയിട്ടുള്ളൂ. സക്രിയ 6:11 നിങ്ങളെടുത്ത് വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. അതിന് പറയുന്ന പേരാണ് ടച്ച് ഫോൺ അഥവാ അതിനകത്ത് ഉള്ള ചില പരിപാടികൾ. അത് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ കുറച്ചുകൂടി വിശദമായിട്ട് സക്രിയ 6:11 എഴുതി വെച്ചിട്ടുണ്ട്. അത് നിങ്ങൾ വചനെടുത്ത് വായിച്ചാൽ മതി. ഈയം കൊണ്ടുള്ള മൂടി അടച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അതിനകത്ത് പറയുന്നുണ്ട്. അതായത് ടച്ച് ഫോണിനെ കുറിച്ചും ടെലിവിഷനെ കുറിച്ചും മൊബൈൽ ഫോണിനെ കുറിച്ചും ഒക്കെയാണ് കർത്താവ് അത് പറഞ്ഞിരിക്കുന്നത്. അത് ഇന്ന് മനസ്സിലാക്കുമ്പോൾ നമ്മൾ ടച്ച് ഫോണാണ് അല്ലെങ്കിൽ അത് ടെലിവിഷനാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. സക്രിയ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള തിരുവചനത്തിൽ രഥത്തിൽ പൂട്ടിയ കുതിരകൾ, അതിന് പറയുന്ന പേരാണ് ഗവൺമെൻറ്റുകൾ എന്നാണ് ഇതിന് പറയുന്നത്. പ്രിയപ്പെട്ടവർ, രഥത്തിൽ പൂട്ടിയ കുതിരകൾ എന്ന് പറയുന്നത്, രഥം എന്ന് പറയുന്നത് രാജാവ് ഇരിക്കുന്ന ആ വണ്ടിയാണ്, ആ വാഹനമാണ്. അതിൽ കുതിരകൾ എന്ന് പറയുന്നത് കുതിരശക്തിയുള്ളതാണ്. അപ്പോൾ ഇന്ന് കുതിരശക്തിയുള്ള 500-1000 കുതിരകളുടെ ശക്തിയുള്ള കുതിരശക്തിയുള്ള എഞ്ചിനുകൾ നിർമ്മിക്കുന്ന വിമാനങ്ങൾ, റോക്കറ്റുകൾ, കപ്പലുകൾ, വാഹനങ്ങൾ എന്നാണ് അതിനർത്ഥം. അപ്പോൾ രഥത്തിൽ പൂട്ടിയിരിക്കുന്ന പറഞ്ഞാൽ എന്താണ് അർത്ഥം? ഗവൺമെൻറ്റുകളുടെ കയ്യിലുള്ള കുതിരശക്തിയുള്ള ആണവ മിസൈലുകൾ എന്നാണ് അതിനർത്ഥം. അതിന് പറയുന്ന പേരാണ്, നമ്മൾ മറ്റൊരു ഭാഷ പറഞ്ഞാൽ ഭരണകൂടം അഥവാ ഗവൺമെൻറ് എന്ന് പറയും. ഇന്നത്തെ ഭാഷ 2024 ഭാഷയിൽ AD 2024 ഭാഷയിൽ ഗവൺമെൻറ്റുകൾ എന്ന് പറയും. എന്നാൽ സക്രിയ പ്രവാചകന്റെ പുസ്തകം ഈ 6:1 മുതൽ 8 വരെയുള്ള തിരുവചനത്തിൽ അത് BC 522 എഴുതിയ വചനരൂപമാണ്
ഈ രഥത്തിൽ പൂട്ടിയ കുതിരകൾ എന്ന് പറയുന്നത്. എന്നാൽ അതിൻ്റെ ഇന്നത്തെ വസ്തുരൂപമാണ് ഗവൺമെൻറ്റുകൾ. അടുത്തത് സക്കറിയ 12:8. അന്ന് ഞാൻ ജെറുസലേമിനെ പരിച കൊണ്ട് മറയ്ക്കും. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം സക്കറിയ പ്രവാചകന്റെ പുസ്തകത്തിൽ ധാരാളം ഇങ്ങനത്തെ ചില വചനങ്ങളുണ്ട്. ആ വചനത്തിലെ എല്ലാം പൊരുൾ ഇന്ന് നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന വസ്തുക്കളാണ്. അപ്പോൾ കർത്താവ് പറയുകയാണ്, സക്കറിയ BC 522 പറയുകയാണ്, അന്ന് ഞാൻ ജെറുസലേമിനെ പരിച കൊണ്ട് മറയ്ക്കും എന്ന് പറഞ്ഞാൽ ഇന്ന് അയൺ ഡോമുകൾ എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ ആൻറ്റി മിസൈൽ സംവിധാനങ്ങൾ, S-300 S-400 ഒക്കെ പറയുന്നതെല്ലാം ഇതിൻ്റെ സംവിധാനമാണ്. റഡാർ സംവിധാനങ്ങൾ, അതിന് അയൺ ഡോം എന്ന് പറയാം. ഇന്നത്തെ ആധുനിക ഭാഷയിൽ അയൺ ബീം, ലേസർ രശ്മികൾ ഉപയോഗിച്ച് കത്തിച്ച് കളയുന്ന അയൺ ബീമുകൾ, മിസൈൽ ലോഞ്ചറുകൾ, ആൻറ്റി മിസൈൽ സംവിധാനങ്ങൾ. അല്ല, അന്ന് കർത്താവ് എഴുതി വെച്ച വചന രൂപത്തിൻ്റെ വസ്തുരൂപമാണ് ഇതെല്ലാം. സക്കറിയ പുസ്തകം 12-4 തിരുവചനത്തിൽ ജനതകളുടെ കുതിരകളെ അന്ധമാക്കുന്ന അന്ന് ഞാൻ യൂദാഭവനത്തെ കടാക്ഷിക്കും. ജനതകളുടെ കുതിരകളെ അന്ധമാകുന്ന അന്ന് ഞാൻ യൂദാഭവനത്തെ കടാക്ഷിക്കും. ഇത് BC 522 സക്കറിയ പ്രവാചകനിലൂടെ കർത്താവ് എഴുതിയ വചനമാണ്. ആ ജനതകളുടെ കുതിരകളെന്ന് പറയുന്നത് ആണവ മിസൈൽ അഥവാ ക്രൂയിസ് മിസൈലുകൾ, ബാലിസ്റ്റിക് മിസൈലുകൾ ഇങ്ങനെ ആകാശത്തൂടെ പറന്നു വരുമ്പോൾ അതിന് കണ്ണുപോലത്തെ ഒരു സംഭവമുണ്ട്, റഡാർ സംവിധാനങ്ങൾ, അതിൻ്റെ ഒരു ക്യാമറയൊക്കെയുള്ള സംവിധാനമുണ്ട്. അങ്ങോട്ട് അയൺ ബീമിൽ നിന്ന് ലേസർ രശ്മി അയക്കുമ്പോൾ അതിൻ്റെ കണ്ണു പൊട്ടിപ്പോകുന്നില്ല, കണ്ണു പൊട്ടിപ്പോവുകയും അതിൻ്റെ സംവിധാനം അവിടെ വെച്ച് പൊട്ടിത്തകരുകയും ചെയ്യും. അത് ഭൂമിയിലേക്ക് വരികയല്ല. അതായത് അയൺ ഡോം പോലെ തന്നെ, ഇന്ന് കാണുന്ന അയൺ ഡോം ഉപയോഗിച്ച് മിസൈലുകൾ തറക്കുന്ന പോലെ തന്നെ അത് ലേസർ രശ്മി ഉപയോഗിച്ച് ബഹിരാകാശത്ത് വെച്ച് സംഭവിക്കുന്ന കാര്യത്തെക്കുറിച്ചാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് സക്കറിയ പുസ്തകം 12-4 ജനതകളുടെ കുതിരകളെ അന്ധമാക്കുന്നതെന്ന് ഞാൻ യൂദാഭവനത്തെ കടാക്ഷിക്കും. അതിന് ഇന്ന് പറയുന്നതാണ് അയൺ ബീം, അയൺ ഡോം. പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കുക. ഇനി സക്കറിയ പുസ്തകം 12-4 അത് ഹൈപ്പർസോണിക് മിസൈലിനെ കുറിച്ചാണ് പറയുന്നത്. ബഹിരാകാശത്ത് ജനതകളുടെ കുതിരകൾ, ജനതകളുടെ കുതിരകൾ എന്ന് പറയുന്നത് ഹൈപ്പർസോണിക് മിസൈലിനെയാണ്. അതിന് സക്കറിയയുടെ പുസ്തകം 12-4 ഈ ഹൈപ്പർസോണിക്കൽ മിസൈലിനെ കുറിച്ച് എഴുതി വെച്ചിരിക്കുന്നത്, ജനതകളുടെ കുതിരകളെ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇനി അതിനകത്ത് അയൺ ഡോമിനെ കുറിച്ച് ഒന്നുകൂടി പറയുന്നുണ്ട്. സക്കറിയ 9:15 അതുകൊണ്ട് കവിണക്കല്ല് വിഴുങ്ങുകയും ചവിട്ടി മെതിക്കുകയും ചെയ്യും. നമുക്കറിയാം ഗോലിയാത്തിനെ ദാവീദ് കവിണ പോലത്തെ ഒരു സാധനം, ഞാൻ മുന്നേ ലോകാവസാന യന്ത്രത്തിലുള്ള പറഞ്ഞ എൻ്റെ ഒരു വീഡിയോയിൽ കിടപ്പുണ്ടത്. കവിണക്കല്ല് തെറ്റാരി പോലത്തെ സാധനം വെച്ചിട്ട് കല്ല് വെച്ചിട്ട് എഴുതിട്ടാണ് ഗോലിയാത്തിനെ വീഴ്ച. അതിൻ്റെ അതേ സംവിധാനമാണ് ഈ അയൺ ഡോം അഥവാ അയൺ ബീം എന്ന് പറയുന്നത്. അപ്പോൾ കർത്താവ് സക്കറിയ പുസ്തകത്തിൽ BC 520 എഴുതി വെച്ച വചനത്തിൻ്റെ വസ്തുരൂപമാണ് ഇന്ന് നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന അയൺ ഡോമും അയൺ ഭീമുകളും. അത് അന്ന് വചന രൂപത്തിൽ എഴുതി വെച്ചിരിക്കുന്നതാണ്. അതുകൊണ്ട് അവർ കവണക്കല്ല് വിഴുകുകയും ചവിട്ടി മതിക്കുകയും ചെയ്യും. പ്രിയപ്പെട്ടവരെ, ഇനി നമുക്ക് മനസ്സിലാക്കേണ്ടത് സക്കറിയ പുസ്തകം തന്നെ 14-5 നിങ്ങളുടെ ദൈവമായ കർത്താവ് തൻ്റെ പരിശുദ്ധ ദൂതന്മാരുടെ കൂടെ എഴുന്നള്ളി വരും. അതൊരു ദൈവവചനം സക്കറിയ പുസ്തകത്തിൽ. അതിന് വിശുദ്ധ ഗ്രന്ഥത്തിൽ ഇന്നത്തെ ഭാഷയിൽ AD 2024 പറയുന്ന ഭാഷയെ പറയുമ്പം യേശുവിൻ്റെ രണ്ടാം വരവ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. വിശുദ്ധന്മാരുടെ കൂടെ കർത്താവ് ഭൂമിയിലേക്ക് എഴുന്നള്ളി വരും എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? യേശു ക്രിസ്തു സകല വിശുദ്ധന്മാരുടെ കൂടെ ഭൂമിയിലേക്ക് രണ്ടാമത് വരും എന്നാണ്. എന്നാൽ രണ്ടാമത് വരുമെന്ന് രണ്ടാമത്തെ ഒരു വരവുണ്ടെന്ന് വിശുദ്ധത്തിൽ സക്കറിയയുടെ പുസ്തകം എഴുതി വെച്ചിട്ടില്ല. അവിടെ എഴുതി വെച്ചിരിക്കുന്ന വചനരൂപം ഒരു പ്രത്യേക രീതിയിലാണ്. നിങ്ങളുടെ ദൈവമായ കർത്താവ് തൻ്റെ എല്ലാ പരിശുദ്ധ ദൂതന്മാരുടെയും കൂടെ വരും എന്നാണ്. അതെന്താണെന്നോ എവിടെയാണെന്നോ എങ്ങനെയാണെന്നോ പറഞ്ഞിട്ടില്ല. പക്ഷേ 2024 നമ്മൾ മനസ്സിലാക്കുമ്പോൾ യുഗാന്ത്യം എന്ന വചനത്തെക്കുറിച്ച് യേശു ക്രിസ്തു മത്തായിയുടെ സുവിശേഷത്തിൽ യുഗാന്ത്യം വരെ എന്നും ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് യുഗാന്ത്യം. അതിൻ്റെ ഡേറ്റുകളുടെ കാലഘട്ടങ്ങൾ നമ്മൾ വരുമ്പോൾ അത് 2033 യുഗാന്ത്യമെന്നും ഇപ്പോൾ 2033 ആകാത്രത്തോളം കാലം 2024 എന്ന സംഖ്യയിൽ നിൽക്കുമ്പോൾ ഒരു 9 വർഷം കൂടെ കഴിഞ്ഞാൽ 2033 ആകുമെന്നും അത് യുഗാന്ത്യമാണെന്ന് ഗ്രഹിക്കാൻ നമുക്ക് ഇപ്പോൾ സാധിക്കും. പക്ഷേ അന്നത്തെ ജനത്തിന് അല്ലെങ്കിൽ ഒരു 200 വർഷങ്ങൾക്ക് മുമ്പ് ഇതൊരാൾ വ്യാഖ്യാനിച്ചാൽ അത് ആർക്കും ഗ്രഹിക്കാൻ പറ്റുകയില്ല. അതുകൊണ്ടാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ അന്തർലീനമായിരിക്കുന്ന നിഗൂഢ രഹസ്യങ്ങളെ ഞാൻ നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരുന്നത്. അതുകൊണ്ടാണ് സക്കറിയ പുസ്തകം 14-5 നിങ്ങളുടെ ദൈവമായ കർത്താവ് തൻ്റെ സകല വിശുദ്ധന്മാരുടെ കൂടെ എഴുന്നള്ളി വരും. അതിന് രണ്ടാം വരവ് എന്ന് പേരുണ്ട്. ഇനി സക്കറിയ പുസ്തകം തന്നെ 14-20 അന്ന് കുതിരകളുടെ മണികളിൽ വിശുദ്ധം എന്ന് എഴുതിയിരിക്കും. ഇസ്രായേലിൻ്റെ വിജയത്തെയാണ് അത് പറയുന്നത്. അതായത് നമ്മൾ ഇസ്രായേൽ വിജയിക്കുമെന്ന് നമുക്ക് പെട്ടെന്ന് അങ്ങനെ പറയാൻ പറ്റിയില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് ലോകശക്തികൾ, അതായത് ഇസ്രായേലിന് എതിരെ നിൽക്കുന്ന ലോകത്തിലെ ധാരാളം ജനവിഭാഗങ്ങളും ശക്തികളുമുണ്ട്. ഒരു ലോകത്തിന് ഏകദേശം പകുതി വരുന്ന അത്രയും ജനങ്ങൾ അല്ലെങ്കിൽ രാഷ്ട്രങ്ങൾ ഇസ്രായേലിനെതിരെ നിൽക്കും.
ഇസ്രായേലിനെതിരെ യുഗാന്ത്യത്തിലെ യുദ്ധത്തിൽ ഇവർ വരും. അപ്പോൾ വരുമ്പോൾ എന്ത് സംഭവിക്കും? പൈശാചി ശക്തിയുള്ള ആണവ മിസൈൽ, പിശാചിനേക്കാൾ വലിയ, അതായത് സാത്താൻ എന്നൊക്കെ പറയുന്നത് തന്നെ അറിയാം, നമുക്കറിയാം. സാത്താൻ എന്ന് പറഞ്ഞാൽ രണ്ട് പിശാചികളെന്ന് പറഞ്ഞിട്ടാണ് റഷ്യയുടെ ആണവായുധങ്ങൾ ഭൂമിയിലുള്ളത് നമുക്കറിയാം. ഏറ്റവും വലിയ ആണവായുധങ്ങളൊക്കെയാണ് നമ്മൾ വാർത്തകൾ കേൾക്കുന്നത്. അപ്പോൾ പൈശാചി ശക്തിയുള്ള ഇത്തരം മിസൈലുകൾ വരുമ്പോൾ ഈ ഇസ്രായേലിൻ്റെ പുരോഹിതന്മാർ, ഇസ്രായേലിൻ്റെ പുരോഹിതന്മാർ അല്ല മതത്തിൽ വിശ്വസിക്കുന്നവർ, അവരുടെ കയ്യിലിരിക്കുന്ന ഇസ്രായേലിലെ ബോംബുകളെ, ആണവ ബോംബുകളെ അവർ ആശീർവദിച്ച് വെഞ്ചിരിച്ച് ദൈവനാമത്തിൽ വിശുദ്ധം, ഇത് യേശുവിൻ്റെ നാമത്തിൽ ദൈവത്തിൻ്റെ മഹത്വമുള്ള, ദൈവം വെഞ്ചരിച്ച, ദൈവം ഏറ്റെടുത്ത ആണവായുധം എന്ന് പറഞ്ഞ് വെഞ്ചരിച്ച് അവർ തിരിച്ച് അവരുടെ മിസൈലുകളിലേക്ക് അയക്കും. അങ്ങനെയാണ് ഈ വിശുദ്ധമായ ആണവായുധങ്ങൾ ലോകത്ത് ഉള്ള ദുഷ്ടശക്തികളെ തകർക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. അത് കർത്താവ് എഴുതി വെച്ച നിഗൂഢ രഹസ്യമാണ്. അന്ന് കുതിരകളുടെ മണികളിൽ വിശുദ്ധം എന്ന് എഴുതപ്പെട്ടിരിക്കും. കുതിര എന്ന് പറയുന്നത് ഈ അണുബോംബ് കൊണ്ടിടാൻ വേണ്ടിയുള്ള വിമാനം, കുതിരശക്തിയുള്ള വിമാനം. അതിൻ്റെ മണിയായിട്ട് അതിൻ്റെ താഴെ തൂങ്ങി കിടക്കുന്ന പോലെ ഈ ആണവ മിസൈൽ ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കുക. ഒരു സ്വിച്ച് ഇട്ട് അത് അകന്ന് ഈ ബോംബ് ഇടായിട്ട് വരും. അത് നമ്മൾ കാണുന്നുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ വീഴുന്ന ബോംബുകളെ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് നിറഞ്ഞ വെഞ്ചരിച്ച് വിടുന്നതിനാണ് കുതിരകളിൽ, അന്ന് കുതിരകളുടെ മണികളിൽ വിശുദ്ധം എന്ന് എഴുതിയിരിക്കും. വിശുദ്ധം എന്ന് ദ ഹോളി എന്ന് പറഞ്ഞ് എഴുതിക്കൊണ്ട് അവർ വിടുന്ന ആ മിസൈലുകളെ ഇസ്രായേലിൻ്റെ വിജയം എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണ് ഇസ്രായേൽ വിജയിക്കുന്നത്. ഈ പൈശാചികതയുള്ള ആണവ മിസൈലുകളെ കർത്താവിൻ്റെ വിശുദ്ധം എന്ന മിസൈലിൽ പോയി തകർക്കുകയും അങ്ങനെ ഇസ്രായേൽ വിജയിക്കുകയും ചെയ്യും. ഇസ്രായേലിൻ്റെ വിജയം എന്ന് നമുക്ക് പറയണം. അങ്ങനെയാണ് നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇനി സക്കറിയ പുസ്തകം 14-20 അതിനകത്ത് പറയുന്നത് വെഞ്ചരിച്ച കുതിരകളെ, അത് മറ്റൊരു രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. വെഞ്ചരിച്ച കുതിരകളെന്നും പറയാം, അല്ലെങ്കിൽ കർത്താവ് ആശീർവദിച്ച കുതിരകൾ എന്നും പറയാം. അത് ആണവ മിസൈലുകളാണ് ഇസ്രായേലിൻ്റെ കയ്യിലുള്ളത്. ഇസ്രായേലിൻ്റെ കയ്യിലുള്ള ആണവ മിസൈലുകളെ വെഞ്ചരിച്ച് അങ്ങോട്ട് വിടുമ്പോൾ ഇസ്രായേൽ അന്തിമമായിട്ട് വിജയിക്കും. ഇത്രയും പ്രിയ സഹോദരങ്ങളെ, ഇത്രയും നമ്മൾ കേട്ടത് പഴയ നിയമഗ്രന്ഥങ്ങൾ അഥവാ BC, ഇപ്പോൾ കണക്കുകൂട്ടിൽ ഏകദേശം 2500-3000 വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയ BC എന്ന കാലഘട്ടത്തിൽ എഴുതിയ വചനത്തെ AD 2024 നമ്മൾ പഠിക്കുമ്പോഴാണ് നമുക്കിത് താരതമ്യം ചെയ്ത് പഠിക്കാനും ഗ്രഹിക്കാനും ഇങ്ങനെ പറഞ്ഞു തന്നാൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാൽ ഇനി ഇതിനകത്ത് ഏറ്റവും വലിയ നിഗൂഢ രഹസ്യം എഴുതപ്പെട്ടിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ നമ്മൾ വായിക്കുമ്പോഴാണ് നമുക്ക് മറ്റൊരു അത്ഭുതം നമ്മുടെ മനസ്സിൽ തോന്നുന്നത്. ഇതൊക്കെ എത്ര സത്യമാണ്, ഇതൊക്കെ എത്ര യാഥാർത്ഥ്യമാണ്, ഇതൊക്കെ എത്രയോ പരമസത്യമായിട്ടാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ എഴുതി വെച്ചിരിക്കുന്നത്. അഥവാ യുഗാന്ത്യം എന്ന പരമസത്യം, യേശുക്രിസ്തു രണ്ടാം വരവ് എന്ന സത്യം, ലോകത്തിൻ്റെ അവസാനം എന്ന സത്യം എന്നുള്ളത് എത്രമാത്രം അടുത്തെത്തിരിക്കുന്നത് മനസ്സിലാക്കണമെങ്കിൽ AD എഴുതിയ വിശുദ്ധ ഗ്രന്ഥത്തിൽ എഴുതിയ ചില വസ്തുക്കളെ നമ്മൾ പഠിക്കണം. അത് AD എന്ന കാലഘട്ടത്തിൽ എഴുതിയിരിക്കുന്നത് നമുക്ക് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ റോമാക്കാർക്ക്, അതായത് യേശുക്രിസ്തു ഭൂമിയിൽ വന്നു, മരിച്ച് ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കരയേറ്റപ്പെട്ടു. യേശുക്രിസ്തു പറഞ്ഞു ഞാൻ വീണ്ടും വരും, രണ്ടാമത് ഞാൻ വരുമെന്ന് പറഞ്ഞുകൊണ്ട് കർത്താവ് സ്വർഗത്തിലേക്ക് പോയി. അപ്പോൾ റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ 1-18 കർത്താവ് പറയാണ്, അവിടുന്ന് മനുഷ്യരുടെ ദുഷ്ടതയ്ക്കും അനീതിക്കുമെതിരായി ദൈവത്തിൻ്റെ ക്രോധം ആകാശത്തു നിന്ന് പ്രത്യക്ഷപ്പെടുന്നു. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 1-18 അത് AD എഴുതുന്നത്. അത് എഴുതുന്നത് റോമാക്കാരുടെ വിശുദ്ധ കൊറിന്തോസ് പൗലോസാണ് എഴുതുന്നത്. വിശുദ്ധ പൗലോസ് ലീഹ റോമാക്കാരുടെ ലേഖനത്തിൽ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുകയാണ്, മനുഷ്യരുടെ ദുഷ്ടതയ്ക്കും അനീതിക്കുമെതിരായി ദൈവത്തിൻ്റെ ക്രോധം ആകാശത്തു നിന്ന് പ്രത്യക്ഷപ്പെടുന്നു. എന്തുകൊണ്ട് മിസൈൽ വളരെ ദൂരത്തുനിന്ന് ആകാശത്ത് ഇങ്ങനെ വരുന്ന നമുക്ക് കാണാൻ പറ്റും. അതിന് മിസൈൽ എന്നാണ് പേര്. അപ്പോൾ ആധുനിക യുഗമായ AD 2024 നമ്മൾ ആകാശത്തൂടെ പറന്നു വരുന്ന വസ്തുവിനെ മിസൈൽ എന്ന പേരിൽ നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ അത് എഴുതിയത് AD എന്ന് നമ്മൾ തിരിച്ചറിയണം. ഇനി അതിൽ തന്നെ 2 പത്രോസ് 3:10, ആ 2 പത്രോസിൻ്റെ ലേഖനം 3-10 കർത്താവ് എഴുതി വെച്ചിരിക്കുകയാണ്, അന്ന് മൂലപദാർത്ഥങ്ങൾ എരിഞ്ഞ് ചാമ്പലാകും. 3:10 മുമ്പും പിമ്പും കുറേ വചനങ്ങളുണ്ട് പ്രിയപ്പെട്ടവർ, അത് നിങ്ങളെടുത്ത് നോക്കണം. അപ്പോഴാണ് നിങ്ങൾക്ക് എൻ്റെ കർത്താവ് എഴുതി വെച്ച വചനത്തിൻ്റെ മുൻവശത്തെ വചനവും പുറവശത്തെ വചനവും കൂടെ കൂട്ടി നിങ്ങൾ വായിക്കണം. ഞാൻ ഷോർട്ട് ഫോമിലാണ് നിങ്ങൾ സംസാരിക്കുന്നത്, കാരണം സമയത്തെ ക്രമീകരിക്കണമല്ലോ. അതുകൊണ്ട് അതിന് പറയുന്ന പേരാണ് അണുബോംബ്. മൂലപദാർത്ഥങ്ങൾ എന്ന് പറയുന്നത് നമുക്കറിയാം. ഈ പഴയ നിയമഗ്രന്ഥത്തിൽ അണുബോംബിനെ കുറിച്ച് എഴുതിയിട്ടുണ്ടെങ്കിലും ഇത്ര വ്യക്തമായിട്ട് ദൈവത്തിൻ്റെ ആത്മാവ് മൂലപദാർത്ഥങ്ങൾ, മൂലപദാർത്ഥം പറയുന്നത് ആറ്റം ബോംബ് എന്നർത്ഥം. ഒരു വസ്തുവിൻ്റെ ഏറ്റവും ചെറിയ തന്മാത്ര കണിക, അതിന് ആറ്റം എന്നാണ് പറയുന്നതെന്നും, ആറ്റത്തെ വിഭജിച്ചാൽ ന്യൂക്ലിയസും പ്രോട്ടോണും ഇലക്ട്രോണും ഉണ്ടാകുമെന്നും, അപ്പോൾ അവിടെ വലിയ ഊർജ്ജം ഉണ്ടാകുമെന്നും, ഊർജ്ജം അഗ്നിയാണെന്നും, അത് ആയിരക്കണക്കിന്
ശക്തിയുള്ള തീയാണെന്നും ഒക്കെ മനസ്സിലാക്കാൻ അന്ന് വിശുദ്ധ ഗ്രന്ഥത്തിൽ എഴുതിയ ദൈവത്തിൻ്റെ വചനത്തെക്കൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പത്രോസ്ലീഹായ്ക്ക് അനുഗ്രഹം കൊടുത്തുകൊണ്ടാണ് കർത്താവ് ഈ വചനം, അവർ മുക്കന്മാരായിരുന്നു, അവർ വിദ്യാഭ്യാസമോ യോഗ്യതയോ ഒന്നുമില്ലാത്ത വെറും സാധാരണ മനുഷ്യരായ ആ കൂലിപ്പണിക്കാരെ പോലുള്ള സാധാരണ മനുഷ്യരായ അവർക്ക് ഇത്രമാത്രം നിഗൂഢ രഹസ്യം ഈ അനുഭവം ഉണ്ടാക്കുന്ന ആൽബർട്ട് ഐൻസ്റ്റീനും അതുപോലുള്ള ശാസ്ത്രീയന്മാർ ഇത് കണ്ടുപിടിക്കുന്നതിന് മുമ്പ്, എത്രയോ വർഷങ്ങൾക്ക് മുമ്പ്, ഏകദേശം 2000 വർഷങ്ങൾക്ക് മുമ്പ് പത്രോസ്ലീഹ എഴുതി വെച്ചിരിക്കുകയാണ്. എന്താണ് എഴുതി വെച്ചിരിക്കുന്നത്? 2 പത്രോസ് 3:10 മൂലപദാർത്ഥങ്ങൾ എരിഞ്ഞു ചാമ്പലാകും, ഭൂമിയും അതിലെ സമസ്ത വസ്തുക്കളും കത്തി നശിക്കും, ആകാശം തീയിൽ വെന്ത് നശിക്കുകയും ലോകം അതിൻ്റെ അന്ത്യത്തിലേക്ക് കടന്നു പോവുകയും ചെയ്യുന്നതുകൊണ്ട് പത്രോസ് അതിന് പറയുന്ന പേരാണ് അണുബോംബ്. 2 പത്രോസ് 3:10. ഇനി പ്രിയപ്പെട്ട, ഇനി അതിനേക്കാളും വളരെ വലിയ ഒരു നിഗൂഢ രഹസ്യത്തെ നമ്മൾ മനസ്സിലാക്കണം. ഇത് കാലഘട്ടങ്ങൾ അനുസരിച്ച് പഠിച്ചാലേ ദൈവത്തിൻ്റെ വചനം കാലഘട്ടങ്ങൾക്കനുസരിച്ച് എങ്ങനെ മാറ്റം വന്നിരിക്കുന്നു, എങ്ങനെയാണ് വചനം തുല്യമാണ്, വചനത്തിൽ മാറ്റമില്ല, എന്നാൽ വചനത്തിൻ്റെ വസ്തുരൂപം, വചനത്തിൻ്റെ കാലഘട്ടത്തിനനുസരിച്ചുള്ള രൂപാന്തരപ്പെട്ട വസ്തുരൂപം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് ഈ ലോകം അതിൻ്റെ അന്ത്യത്തിലേക്ക് എത്തിയോ, യേശുക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവ് ഉടനെ ഉണ്ടോ, സ്വർഗമെന്ന യാഥാർത്ഥ്യം ശരിയാണോ, പാതാളം എന്ന വസ്തു രൂപപ്പെടുമോ തുടങ്ങിയ കാര്യങ്ങളുടെ നിഗൂഢമായ ചില ചോദ്യങ്ങളും ഉത്തരവും നമ്മൾ കണ്ടെത്താൻ കഴിയുന്നത് പ്രിയപ്പെട്ടവരെ, അത് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ വെളിപാടിൻ്റെ പുസ്തകം 13-ാം അധ്യായം അതിന് 15-ാം തിരുവചനത്തിലേക്ക് വരണം. വെളിപാട് 13:15 അവിടെ ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്ന ഒരു വചനം നമുക്ക് കാണാം. പ്രിയപ്പെട്ടവരെ, വെളിപാടിൻ്റെ പുസ്തകം 13:15 ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു: അടയാളങ്ങൾ വഴി അത് ഭൂവാസിലെ വഴിതെറ്റിച്ചു, വാളുകൊണ്ട് മുറിവേറ്റിട്ടും ജീവൻ നഷ്ടപ്പെടാതിരുന്ന മൃഗത്തിൻ്റെ പ്രതിമയുണ്ടാക്കാൻ അതിന് ഭൂവാസികളോട് നിർദ്ദേശിച്ചു. മൃഗത്തിൻ്റെ പ്രതിമയ്ക്ക് ജീവശ്വാസം വരാൻ അതിന് അനുവാദം കൊടുക്കപ്പെട്ടു. പ്രതിമയ്ക്ക് സംസാരശക്തി ലഭിക്കാനും പ്രതിമയെ ആരാധിക്കാത്തവരെ കൊല്ലിക്കാനും വേണ്ടിയായിരുന്നു ഇത്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കത് എന്താണെന്ന് മനസ്സിലായോ? ഈ 2024 ഏകദേശം 2020 മുതൽ 2015-16 കാലഘട്ടങ്ങൾ മുതൽ, അല്ലെങ്കിൽ ഏകദേശം ഒരു 5 വർഷം മുമ്പ് മുതൽ ഇന്ന് ലോകത്ത് മനുഷ്യൻ ഏറ്റവും അത്യത്ഭുതമായി കാണുന്ന, മനുഷ്യൻ്റെ സാങ്കേതികവിദ്യ അതിൻ്റെ ഏറ്റവും ഉയർത്തി നിൽക്കുന്ന ഒരു സംഭവമാണ് റോബോട്ടുകൾ. നമുക്കറിയാം AI റോബോട്ട് ചാറ്റിംഗ് സംവിധാനങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ വാർത്ത കൂടെ കേൾക്കുന്നുണ്ടാവും, എനിക്ക് അതിൻ്റെ ഡീറ്റെയിൽ അറിയത്തില്ല. പ്രിയപ്പെട്ടവർ, നമുക്കറിയാം ആദ്യം ഈ പ്രതിമ ഉണ്ടാക്കുമ്പോൾ ആ പ്രതിമ ഇങ്ങനെ ഇരിക്കുക മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മനുഷ്യൻ്റെ രൂപമൊക്കെ ആയിട്ട് ഇതിങ്ങനെ ഇരിക്കും, അങ്ങനെ ഒരവസ്ഥയിലായിരുന്നു അതുണ്ടായിരുന്നത്. അതിനുശേഷം ഈ പ്രതിമയ്ക്ക് തന്നെ ചലിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കി കൊടുത്തു. അങ്ങനെ നിരവധിയായ പ്രക്രിയയിൽ കൂടെ നടക്കുന്നൊരവസ്ഥയിലേക്ക് വന്നു. ആദ്യം ചലിക്കുകയായിരുന്നു, പിന്നീട് മനുഷ്യപ്പോൾ നടക്കാൻ തുടങ്ങി. അതുകൊണ്ട് ശാസ്ത്രീയമായിട്ട് കുറച്ചുകൂടെ വികസിച്ച് കഴിഞ്ഞപ്പോൾ അത് സംസാരിക്കാൻ തുടങ്ങി. അതിൻ്റെ സംസാരങ്ങളൊക്കെ പിന്നെ ശാസ്ത്രീയമായിട്ട് കുറച്ചുകൂടെ വികസിച്ച് കഴിഞ്ഞപ്പോൾ മനുഷ്യനെ പോലെ തന്നെ ചൊടിയും മുഖവും സംസാരവും ചിരിയും കണ്ണിൻ്റെ അടയ്ക്കലും ഇങ്ങനെ തലതിരിക്കുകയും ഒക്കെ ചെയ്യുന്ന അവസ്ഥയിലേക്ക് വന്നു. അപ്പോൾ സംസാരശക്തി ലഭിച്ചു. അപ്പോൾ അങ്ങനെ ഘട്ടം ഘട്ടമായിട്ട് AI റോബോട്ട് നടക്കാനും തുടങ്ങിയപ്പോൾ ഇനി അതിന് ഒരു കുറവുണ്ട്. ആ ഒരു കുറവ് കൂടെ ശാസ്ത്രം നികത്താൻ പറ്റുമോ എന്നാണ് ഇപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ജീവശ്വാസം നൽകുക, അഥവാ അതിന് മറ്റൊരു പേരുണ്ട്, ആത്മാവിനെ നൽകുക. അതൊരു മനുഷ്യരൂപം, ഒറിജിനൽ മനുഷ്യനായിട്ട് തന്നെ ഒരു സുന്ദരനായ പുരുഷൻ്റെയോ സുന്ദരിയായ സ്ത്രീയുടെയോ രൂപത്തിൽ ഒരു വസ്തുവിനെ നിർമ്മിച്ചു വെക്കുകയും അതുപോലെ നടക്കുന്നു, ചലിക്കുന്നു, സംസാരിക്കുന്നു, ഇരിക്കുന്നു, നിൽക്കുന്നു, ഓടുന്നു, ചാടുന്നു, പ്രവർത്തിക്കുന്നു, പാട്ടുപാടുന്നു, സംസാരിക്കുന്നു, ചോദ്യങ്ങൾ പറയുന്നു, ഉത്തരങ്ങൾ പറയുന്നു. അപ്പോൾ അതിനെല്ലാം നികഞ്ഞു 95% അതിൻ്റെ കാര്യങ്ങൾ നടന്നു. പക്ഷേ അതിന് ആത്മാവില്ല. അപ്പോൾ അവിടെ കർത്താവ് എഴുതി വെച്ചിരിക്കുകയാണ്, വചനം ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നു: പ്രതിമയ്ക്ക് സംസാരശക്തി ലഭിക്കാനും പ്രതിമയെ ആരാധിക്കാത്തതിന് വേണ്ടിയായിരുന്നു, അതിന് ജീവശ്വാസം നൽകാൻ, വാളുകൊണ്ട് മരിച്ചിട്ടും ജീവൻ നഷ്ടപ്പെടാതെ മൃഗത്തിൻ്റെ പ്രതിമ ഉണ്ടാക്കാനത് ഉപവാസം നിർദ്ദേശിച്ചു. മൃഗത്തിൻ്റെ പ്രതിമയ്ക്ക് ജീവശ്വാസം പകരാൻ അതിന് അനുവാദം നൽകപ്പെട്ടു. അപ്പോൾ ഈ അനുവാദം നൽകപ്പെടുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഈ പ്രതിമയെ ജെറുസലേം ദേവാലയം പണിത് അവിടെ ആരാധന മധ്യേ അതിനെ ജെറുസലേമിലെ ആരാധന നിരോധിച്ചുകൊണ്ട് ചില എതിർശക്തികൾ വന്ന് അവിടെ ഈ പ്രതിമ സ്ഥാപിക്കുകയും ആ പ്രതിമ സ്ഥാപിക്കുമ്പോൾ അതിന് ആത്മാവിനെ കിട്ടണം, അതിന് ജീവൻ ഉണ്ടാകണമെന്ന് പറഞ്ഞുകൊണ്ട് മനുഷ്യക്കുരുതി നടത്തുകയും മനുഷ്യനെ കൊല്ലുകയും ചെയ്യുന്ന ഒരു സാഹചര്യം. അതുകൊണ്ടാണ് ഇതിൻ്റെ പുറകിൽ എഴുതി വെച്ചിരിക്കുന്നത്, പ്രതിമയെ ആരാധിക്കാതെ കൊല്ലിക്കാനും വേണ്ടിയായിരുന്നത്. പ്രിയപ്പെട്ടവരെ, അത് സംഭവിക്കാനിരിക്കുന്ന ബാക്കി എല്ലാ കാര്യങ്ങളും ഈ വിശുദ്ധ ഗ്രന്ഥത്തെ ഞാൻ കർത്താവ് തന്ന ആ ജ്ഞാനത്തിൻ്റെ വരവ് വെച്ച് പഠിക്കുമ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ എല്ലാ സംഭവങ്ങളും, ഇന്ന് ലോകത്ത് കാണുന്ന ആധുനിക ശാസ്ത്രീയ ഉപകരണങ്ങൾ, യുദ്ധ ടാങ്കുകൾ, യുദ്ധവിമാനങ്ങൾ, മിസൈലുകൾ, ഹൈപ്പർസോണിക്, ആകാശം സൂര്യൻ കത്തിച്ചാമ്പലാണെങ്കിൽ ഹൈപ്പർസോണിക് മിസൈൽ വേണം,
ഭൂമി കത്തിക്കാൻ വേണമെങ്കിൽ അത് ആണവ ബോംബുകൾ വേണം, അത് കൊണ്ടിടാൻ വിമാന സംവിധാനങ്ങൾ വേണം, ഇൻ്റർനെറ്റ് വേണമെങ്കിൽ ബഹിരാകാശത്ത് പേടം കൊണ്ടുവയ്ക്കണം, ഒരു നക്ഷത്രത്തിൽ നിന്ന് ഒരു ചന്ദ്രനിൽ നിന്ന് അടുത്ത നക്ഷത്രമായ ചൊവ്വയിലേക്ക് പോകണമെങ്കിൽ അതിന് പേടം വേണം. ഇതിങ്ങനെ എല്ലാ വസ്തുക്കളും, ഇൻ്റർനെറ്റ് സംവിധാനമുള്ള ടച്ച് ഫോണുകൾ സക്രിയ പുസ്തക ടച്ച് ഫോൺ എന്താണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം സൃഷ്ടിക്കപ്പെട്ടു കഴിഞ്ഞു, ഇതെല്ലാം നിർമ്മിക്കപ്പെട്ടു കഴിഞ്ഞു. ഇനി ആഗോള യുദ്ധം അങ്ങ് തുടങ്ങുകയും വേണ്ടു. പക്ഷേ ഒരു കാര്യം കൂടെ സംഭവിക്കാനുണ്ട്. അതാണ് ഈ എയർ റോബോട്ടിന് ആത്മാവിനെ കൊടുക്കുന്നൊരു പരിപാടി. അതിന് ചലിക്കും, സംസാരിക്കും, നടക്കും, എടുക്കും. പക്ഷേ അതിന് ആത്മാവിനെ കൊടുത്തൊരു മനുഷ്യനാക്കി രൂപാന്തരപ്പെടുത്തണം എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ ആരാധിക്കുന്ന സമയം വരുമ്പോൾ യുഗാന്ത്യം അടുത്തെത്തും. അത് 2029 പ്രിയപ്പെട്ടവരെ ഈ ആരാധന തുടങ്ങുമെന്നും അത് 3.5 വർഷത്തെ ആണവ യുദ്ധത്തോടെ മുന്നോട്ട് പോകുമെന്നും അതിൻ്റെ അവസാനം എത്തിച്ചേരുന്ന 2033 യുഗാന്ത്യത്തിലാണെന്നും ആ യുഗാന്ത്യത്തിൽ ലോകം എന്നേക്കുമായിട്ട് അവസാനിച്ചുകൊണ്ട് ഭൂമിയിലെ സകല ആണവ ബോംബുകളും ഒരുമിച്ച് പൊട്ടിത്തെറിച്ചുകൊണ്ട് ഈ ലോകം അപ്രത്യക്ഷമാവുകയും പിന്നെ അതാണ് ഞാൻ പാതാളത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞത്. എന്താണ് പാതാളം എന്ന് രൂപപ്പെടുമെന്നും അത് ഏത് കാരണത്താൽ രൂപപ്പെടുമെന്നും BC എഴുതി വെച്ചത് 2024 വായിക്കുമ്പോൾ അത് പാതാളമായിട്ട് മനുഷ്യൻ കാണേണ്ടി വരും, കാണുക തന്നെ ചെയ്യേണ്ടി വരും. അതുകൊണ്ട് ഈ ചരിത്ര സത്യത്തെ, ഈ ചരിത്ര യാഥാർത്ഥ്യത്തെ, ഈ തെളിവുകളെ നമുക്കറിയാം, പാതാളത്തെ മനുഷ്യനെ കണ്ണുകൊണ്ട് ഇപ്പോൾ കാണാൻ പറ്റില്ല. എന്നാൽ മനുഷ്യനെ കാണാൻ പറ്റുന്ന രീതിയിൽ അണുബോംബ് അതിൻ്റെ രീതിയിൽ പൊട്ടിയാൽ അവിടെ ആ പാതാളം രൂപപ്പെടും. അപ്പോൾ മനുഷ്യനെ കണ്ണുകൊണ്ട് കാണാൻ പറ്റും. അപ്പോൾ സ്വർഗം രൂപപ്പെടും. അപ്പോഴാണ് സ്വർഗം പ്രത്യക്ഷമാവുന്നതും മനുഷ്യൻ്റെ കണ്ണിലേക്ക് കാണാവുന്ന രീതിയിൽ സ്വർഗത്തെ നമുക്ക് കാണാവുന്ന രീതിയിൽ അങ്ങോട്ട് പോകാൻ സാധിക്കുന്നതൊക്കെ ആ സമയത്താണ്. അപ്പോൾ ഇത്രയും സത്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയാൽ നിങ്ങൾ ഇതിൽ നിഗമനത്തിലെത്തേണ്ടത് എന്താണ്? ഇതാ, യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരവ് അടുത്തിരിക്കുന്നു. ലോക അവസാനം എന്ന് പറയുന്നത് സത്യമാണ്, അത് അടുത്തിരിക്കുന്നു. അതിന് യുഗാന്ത്യം എന്ന് പറയുന്നത് 2033 യുഗം അവസാനിക്കുകയാണ്. ആ സമയത്ത് ഇത്തരം പൈശാചിക തിന്മകൾ ലോകത്തിലുണ്ടാകുമെന്നും ഈ സംഭവങ്ങളെല്ലാം അരങ്ങേറുമെന്നും വിശുദ്ധ ഗ്രന്ഥത്തിൽ എഴുതപ്പെട്ടിരിക്കുന്ന വചനത്തിന് നിവൃത്തിയാണ് ഇപ്പോൾ സംഭവിക്കുന്നത് മനസ്സിലാക്കിക്കൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാൻ ഇത്രയും വിശദമായിട്ട് പറഞ്ഞത് ഇനി വെളിപാട് ഗ്രന്ഥത്തിലേക്ക് കയറി അതിൻ്റെ യേശുവിൻ്റെ വരവിൻ്റെ ആത്മീയ ലക്ഷണങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് ഭൗതിക ലക്ഷണങ്ങളാണ്, ശാസ്ത്രീയ സംഭവങ്ങളാണ്. ഇനി ഇതിൻ്റെ ആത്മീയ ലക്ഷണങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി അടുത്ത ക്ലാസ്സിലേക്ക് നമുക്ക് പോകാം. അതുവരെ പ്രിയപ്പെട്ടവരെ, ഇത് തുടർന്ന് ഇനിയും ക്ലാസ്സുകളുണ്ട്. ഇതിൽ തന്നെ ആദ്യത്തെ ക്ലാസ് മുതൽ ഞാൻ എടുത്തിട്ടില്ല, കാരണം 1 മണിക്കൂറല്ല 2-2.5 മണിക്കൂർ നീണ്ടുപോകുന്ന ക്ലാസ്സുകളാണ് ഇതൊക്കെ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ചുരുക്കം ചില കാര്യങ്ങൾ മാത്രം നിങ്ങൾക്ക് ഗ്രഹിക്കുവാൻ തക്കവണ്ണം പറഞ്ഞു വെക്കുകയാണ് ഞാൻ. ഇനി നമുക്കിതിൻ്റെ ബാക്കി വെളിപാട് ഗ്രന്ഥത്തിലേക്ക് കടന്നു പോകാം. ഇതിൻ്റെ എല്ലാം ആത്യന്തികമായ ലക്ഷണങ്ങൾ, ഉദ്ദേശങ്ങൾ ഒന്നേ ഉള്ളൂ: യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരവ് ഇതാ തൊട്ടടുത്ത്. അത്രയും നിങ്ങൾ മനസ്സിലാക്കുക. ബാക്കി ഇതിൻ്റെ ഒരുങ്ങേണ്ട കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. വീണ്ടും ഇത് കേൾക്കാത്തവർക്ക് വേണ്ടി ഒരിക്കലൂടെ കേൾക്കാൻ വേണ്ടി എങ്ങനെയാണ് ഒരുണ്ടത്? വെളിപാടിൻ്റെ പുസ്തകം 22-ാം അധ്യായം അതിൻ്റെ 14-ാം തിരുവചനത്തിൽ സർവശക്തനായ ദൈവത്തിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങും നമ്മുടെ കർത്താവ് പറയാണ്: ജീവൻ്റെ വൃക്ഷത്തിൽ അവകാശം ലഭിക്കുന്നതിനും കവാടങ്ങളുടെ നഗരത്തിലേക്ക് പ്രവേശിക്കുന്നതിനും തങ്ങളുടെ അങ്കികൾ കഴുകി വിശുദ്ധീകരിക്കുന്നവർ ഭാഗ്യവാന്മാർ. എന്താണ് അങ്കികൾ കഴുകുക? അവയവങ്ങൾ, ഇന്ദ്രിയങ്ങൾ വിശുദ്ധി കൊണ്ട് കഴുകുക. ഇന്ദ്രിയങ്ങൾ ആദ്യം ലോകത്തിന് വിട്ടുകൊടുക്കാതിരിക്കുക. അത് വിട്ടുകൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനെ പിൻവലിച്ച് കുംഭസാരത്തിൽ ഏർപ്പെട്ട് പരിശുദ്ധി നേടി കർത്താവിൻ്റെ വരവിനിട്ട് ഒരുങ്ങുക. അങ്ങനെ നിത്യജീവന് പാത്രമാവുക, ഒരുങ്ങുക. അതാണ് ഇതിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം. അതാണ് ഇതിൻ്റെ അടിസ്ഥാനപരമായ കാര്യം. അതിനു വേണ്ടിയിട്ടാണ് കർത്താവ് ഈ വചനം എഴുതി വെച്ചിരിക്കുന്നത്. അതിലെ പ്രിയ സഹോദരങ്ങളെ, കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ തിരുരക്തം നമ്മെ കോട്ടകെട്ടി സംരക്ഷിക്കട്ടെ. കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നിഗൂഢരഹസ്യങ്ങളുടെ വചനങ്ങൾ നമ്മളെ നയിക്കുമാറാകട്ടെ, ഭരിക്കുമാറാകട്ടെ. കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ തിരുവചനത്തിൽ ശക്തി എന്നിൽ നിറയട്ടെ, പരിശുദ്ധാത്മാവ് എന്നിൽ വസിക്കട്ടെ. അതിനായി കർത്താവായ യേശുവെ, ഈ വചനം ശ്രമിക്കുന്ന ഓരോ മക്കളെയും ഈ നിഗൂഢരഹസ്യങ്ങൾ ബോധ്യപ്പെടുത്തിക്കൊണ്ട് സർവശക്തനായ യേശു ക്രിസ്തുവിൻ്റെ വരവിന് ഒരുങ്ങുവാൻ ഇടവരുത്തിൻ്റെ പ്രാർത്ഥിച്ചുകൊണ്ട് ആമേൻ.